السلام عليكم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. قال الله عز وجل: كل أمتي يدخلون الجنة إلا من أبى. قيل ومن أبى؟ قال من أطاعني دخل الجنة ومن عصاني فقد أبى. قال رسول الله: لا يغرنك من المرء قميص رقع أو إزار فوق عظم الساق منه رفع أو جبين لاح فيه آثر قد خالع عاره الدرهم تعرف غيه أو وارع. واعلموا أمة سيدنا محمد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ മാസത്തിൻ്റെയും ഈ രാത്രിയുടെയും ബർക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും അവൻ്റെ പ്രീതി കരസ്ഥമാക്കിയ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നമുക്ക് അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഭാവിയിൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ അവൻ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്നേഹിതന്മാരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ രാത്രികൾ ദീനിയായ കാര്യങ്ങൾ പറയുകയും അത് കേട്ടിരിക്കുകയും അതോടൊപ്പം അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയം അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് ചെയ്ത് അവൻ്റെ പൊരുത്തത്തിലായി കഴിച്ചുകൂട്ടുകയും ചെയ്യുന്ന ഒരു നല്ല അമലിലാണ് കഴിഞ്ഞ 8 ദിവസമായി നമ്മളെല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ 20 ദിവസങ്ങളിൽ ഇവിടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ, സാദാത്തുക്കളും നേതാക്കളുമൊക്കെ വിവിധ വിഷയങ്ങൾ കൊണ്ട് ഈ റമളാനിന്റെ രാത്രികൾ ധന്യമാക്കാൻ പോകുമ്പോൾ ഇവിടെ വെച്ചുള്ള പരിപാടിയുടെ ഒരു തുടക്കം, ഒരു ഉദ്ഘാടനം എന്ന നിലയിൽ ഇന്ന് നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. വളരെ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇവിടെ പരിപാടി തുടങ്ങാൻ പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഈ പള്ളിയിൽ ഒത്തുകൂടാനുള്ള പ്രവർത്തകന്മാർക്കുണ്ട്
എന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു താമസം ഉണ്ടായേക്കാമെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഒരു കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാതെ നേരത്തെ തന്നെ നമുക്ക് കൂടാൻ കഴിഞ്ഞാൽ ഇവിടെ നമുക്കുള്ള അനുകൂല സാഹചര്യം എല്ലാ കാലത്തും നിലനിർത്താനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആരെയും ശല്യം ചെയ്യാതെ ഒരു 10-11 മണിക്കുള്ളിൽ തീർത്ത് തിരിഞ്ഞു പോകാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ എത്തിപ്പെട്ട പരിമിതമായ ആളുകളുടെ ശ്രദ്ധയിൽ മാത്രം ഇത് പെടുത്തിയതുകൊണ്ട് ഫലമൊന്നുമില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യത്തിന്റെ പ്രചാരകന്മാർ കൂടിയാകുന്നതിനു വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനും നല്ലതിനോട് സഹകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്പസമയം ദീനിയായ കാര്യങ്ങൾ നമുക്ക് ഇന്ന് സംസാരിക്കാം. ഒരു മുഅ്മിനായ മനുഷ്യൻ അവനേറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ഇസ്ലാമിലുള്ള അംഗത്വം ഉറപ്പിക്കലാണ്. ഇസ്ലാമിലുള്ള അംഗത്വം ഉറച്ചു കിട്ടിയാൽ പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ഇസ്ലാമിലുള്ള അംഗത്വത്തിന് തകരാറ് സംഭവിച്ചാൽ ആ മനുഷ്യൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ കർമ്മരംഗത്ത് ചെയ്തവനാണെങ്കിലും അതൊന്നും നാളേക്ക് ഫലപ്രദമാകാതെ പാഴായി പോവുകയും ചെയ്യും. അതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന പട്ടികയിൽ രേഖപ്പെടുത്തി സ്വീകരിക്കപ്പെട്ട പട്ടികയിൽ രേഖപ്പെടുത്തണമെങ്കിൽ ഒരു പരിപൂർണ മുസ്ലിമായി ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നാം ഉറപ്പുവരുത്തിയേ മതിയാകും. ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് അംഗത്വം അത് കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്നതല്ല, അത് വിശ്വാസങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആദർശങ്ങളെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും അതിന്റെ വക്താവായി അതിന്റെ ആളായി മാറുകയും ചെയ്യുമ്പോഴാണ് അവൻ ഒരു മുസ്ലിമായ മനുഷ്യനായി മാറുന്നത്. അതുള്ളവന്റെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ളൂ. വിശ്വാസ കാര്യങ്ങളിൽ തകരാറുണ്ടായ ഒരു മനുഷ്യൻ എന്ത് നല്ല കാര്യം ചെയ്താലും അത് അള്ളാഹുവിന്റെ പട്ടികയിൽ കാണുകയില്ല. നമുക്കൊക്കെ പരിചയമുള്ള ചെറിയൊരു സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ വൽ അസ്രി. ഇന്നായത്തേനാകെ കഴിച്ചാൽ പിന്നെ ചെറിയ സൂറത്ത് വൽ അസ്രിയാണ്. സൂറത്തിന്റെ നീളത്തിൽ അത് ചെറുതാണെങ്കിലും വളരെ വലിയ ഗഹനമായ ഒരാശയമാണ് ആ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കും സുന്നത്ത് ജമാഅത്തിന്റെ അനുഭാവികൾക്കുമൊക്കെ ദീനിന്റെ വഴി ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്ന രൂപമാണ് ആ സൂറത്തിൽ അല്ലാഹു തആല കാണിച്ചിട്ടുള്ളത്. കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അത് തുടങ്ങുന്നു. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ആരെയും പേടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ആ സൂറത്തിന്റെ തലക്കൽ തന്നെ പറഞ്ഞത്. വൽ അസ്രി, കാലം തന്നെയാണ് സത്യം. അല്ലാഹു തആല സത്യം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട്. മനുഷ്യൻ സത്യം ചെയ്യുന്നത് പോലെ അല്ല അത്. മനുഷ്യരായ നമ്മൾ പലപ്പോഴും സത്യം ചെയ്ത് കാര്യങ്ങൾ പറയാറുണ്ട്. അത് നേരും നുണയും പറയാറുള്ള മനുഷ്യന്റെ സംസാരങ്ങൾക്കിടയിൽ പ്രാധാന്യം മറ്റുള്ളവൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സത്യത്തിന്റെ വചനം ഉൾക്കൊള്ളിച്ചാൽ ഞാൻ ഇപ്പറയുന്നത് കളവാണെന്ന് ശങ്കിക്കണ്ട എന്ന് ശ്രോതാവിനെ പഠിപ്പിക്കലാണ്. ബദരീങ്ങളാണ് സത്യം, ഖുർആനാണ് സത്യം, പള്ളിയുടെ മിമ്പറാണ് സത്യം, എന്റെ മക്കളാണ് സത്യം, മാതാപിതാക്കളാണ് സത്യം എന്നൊക്കെ ഓരോരുത്തരും അവനവന്റെ മനസ്സിൽ പ്രാധാന്യം തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് സത്യം ചെയ്യാറുണ്ടല്ലോ. അത് മനുഷ്യനിൽ നിന്നാവുമ്പോൾ അതിന് വ്യക്തമായ ഒരു അർത്ഥമുണ്ട്. നമുക്കൊക്കെ വിശദീകരിക്കാതെ മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്നത് ഞാൻ കളവ് പറയുകയല്ല. എന്നാൽ അല്ലാഹു തആല സത്യം ചെയ്ത് പറയുമ്പോൾ അതിനർത്ഥം അല്ലാഹു കളവ് പറയുന്നവനെ അല്ല, നേര് മാത്രമേ പറയൂ.
അള്ളാഹുവിന്റെ സിഫത്തുകളിൽ കളവ് പറയാൻ പാടില്ല. പ്രവാചകന്മാരുടെ സിഫത്തുകളിൽ തന്നെ അതുണ്ട്, കളവ് പറയാൻ പാടില്ല. പിന്നെ അള്ളാഹ് കളവ് പറയാനാവും. മുസ്ലിം സമുദായത്തില് അള്ളാഹു തആല നേര് മാത്രമേ പറയാവൂ എന്ന് അംഗീകരിച്ചവരാണ് എല്ലാവരും. ഒറ്റ വിഭാഗമേ അള്ളാഹ് കളവ് പറയാമെന്ന് സമ്മതിച്ചവരുള്ളൂ ലോകത്ത്. നമ്മൾ ആ വിഭാഗത്തിൽപ്പെട്ടവരല്ല താനും. അള്ളാഹു നമ്മെ അവരെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ലോകത്തുണ്ട്. അതിൽ ഒരു വിഭാഗം അള്ളാഹു നുണയും പറയുവടക്കൊക്കെ എന്ന് പറഞ്ഞവരാണ്. അതാര് എന്ന് ചോദിച്ചാൽ കുപ്പായത്തേക്കാൾ തുണിയേക്കാൾ വലിയ കുപ്പായം ഇടുന്നൊരു കൗമാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു വിഭാഗം അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സത്യം മാത്രമേ അള്ളാഹ്ക്ക് പറയാവൂ എന്ന് അംഗീകരിച്ചിട്ടുള്ള പടച്ച തമ്പുരാൻ അവന്റെ വർത്തമാനങ്ങളിൽ ചുരുക്കം ചില സ്ഥലത്തൊക്കെ ഖുർആനിൽ സത്യം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. വല്ലശ്ശേരി അതിൽപ്പെട്ടതാ. വത്തീനി വസ്സൈത്തൂൻ, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, വല്ലൈലി ഇദാ യഗ്ശാ വസ്സമാഇ വമാ ബനാഹാ എന്നൊക്കെ പറഞ്ഞത് ഖുർആന്റെ സത്യമാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഈ പറയുന്നത് അള്ളാഹു പറയുന്ന ഖുർആനിലെ മുഴുവൻ കാര്യങ്ങളും സത്യമായിരിക്കെ തന്നെ ഈ സത്യത്തിന്റെ വചനങ്ങൾ കൂട്ടിക്കൊണ്ട് പറയാൻ പോകുന്നത് ഗൗരവത്തോടെ ഉൾക്കൊള്ളണമെന്നാണ് അതിന്റെ സൂചന. അത്രയും ഗഹനമായ കാര്യമാകുന്നു. അള്ളാഹു പറഞ്ഞതെല്ലാം ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. എന്നാൽ ഒരു വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടി, പ്രത്യേക പരിഗണനയോടുകൂടി നാം കണക്കിലെടുക്കേണ്ടതാണ് ഇനി പറയാൻ പോകുന്ന കാര്യമെന്നാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം അള്ളാഹു സത്യത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ, അതിന്റെ പിന്നിൽ പറയാൻ പോകുന്ന കാര്യത്തോട് അല്പമെങ്കിലും ഒരു ബന്ധവും ഉണ്ടായിരിക്കും. അതും കൂടെ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞിടത്ത് നമുക്ക് ഒന്നുകൂടി ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ മനസ്സിലാവുന്നു. ഇവിടെ കാലത്തെയാണ് സത്യത്തിന് പിടിച്ചത്. അസ്ർ നിസ്കാരം എന്നൊരു വ്യാഖ്യാനം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിസ്മരിക്കുകയല്ല. എങ്കിലും ഭൂരിഭാഗ പണ്ഡിതന്മാർ പഠിപ്പിച്ചതനുസരിച്ച് വൽ അസ്രി, കാലം തന്നെയാണ് സത്യം. ഇവിടെ പറയാൻ പോകുന്നത് എന്താ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ എന്ന ഗഹനമായ കാര്യം പറയാൻ കാലത്തിനെ പിടിച്ച് സത്യം ചെയ്യാനുണ്ടായ കാരണം എന്ത്? അത് കാലത്തെ പോലെ ശക്തിയേറിയ ഒരു വസ്തുവാണ്, കാര്യമാണ് പറയാൻ പോകുന്നത് എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യരുടെ കഴിവുകളെല്ലാം കൂടി സംഭരിച്ചാലും തടഞ്ഞു വെക്കാനും പിടിച്ചു നിർത്താനും കഴിയാത്ത ശക്തമേറിയ കാര്യമാണ് കാലം അഥവാ സമയം. സമയത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കുറെ സെക്കൻഡുകൾ മിനിറ്റുകളായി മാറി, അത് മണിക്കൂറുകളായി, അത് ദിവസങ്ങളായി, അത് ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും അങ്ങനെ യുഗയുഗങ്ങളായി മാറുന്നതാണല്ലോ കാലം. അപ്പൊ കാലത്തെ കെട്ടഴിച്ചാൽ അത് സമയമാണ്. അതുകൊണ്ട് കാലം എന്ന് പറഞ്ഞാൽ സമയം. ഈ സമയത്തെ ഒരു മനുഷ്യനും ലോകത്തെ എല്ലാ മനുഷ്യരും കൂടിയാലും ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ പോലും സൂര്യനെ പിടിച്ചു നിർത്താൻ, അതിന്റെ ചലനത്തെ ഒന്ന് ബാക്കോട്ട് നിർത്താൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പകലൽപ്പം കുറച്ചു കളയുന്നതിന് വേണ്ടി അല്പം സ്പീഡിലോട്ടാൻ രണ്ടിനും സാധ്യമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മുഴുവൻ വസ്തുക്കളെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് വിവിധ സ്ഥലങ്ങളിലുള്ള പരാമർശം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന്റെ വർഗ ശത്രുക്കളാവുന്ന കാട്ടിലെ വന്യമൃഗങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി അതിനെ സ്വന്തം കയ്യിന്റെ ചുവട്ടിൽ വെച്ച് പോറ്റുന്ന മനുഷ്യൻ, ലോകത്ത് അള്ളാഹുവിന്റെ വലിയ വലിയ സൃഷ്ടികളുടെ ഭാവിയൊക്കെ ആധുനിക ശാസ്ത്രീയ മാധ്യമങ്ങൾ കൊണ്ട് നേരത്തെ കാണുന്ന മനുഷ്യൻ, അതിന്റെ പ്രതിരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന മനുഷ്യൻ, കാലത്തെ ഒരു നിലക്കും തടുത്തു നിർത്താൻ കഴിയാതെ അത് അതിന്റെ വഴിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാലം ഒരു ശക്തിയേറിയ വസ്തുവാണ് എന്നതുകൊണ്ട് തന്നെ കാലത്തെ പോലെ ശക്തി കൂടിയ ആർക്കും തടുത്തു വെക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നിൽ പറയുന്നത് എന്നർത്ഥം. അതാണ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ പിടിച്ച് സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞത് എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണെന്നാണ്. എല്ലാ മനുഷ്യർക്കുമുള്ള നഷ്ടം ആദം നബി അലൈഹിസ്സലാം മുതൽ ഇവിടെ ജനിച്ച് ജീവിച്ചു പോയവരും ഇപ്പോൾ നിലകൊള്ളുന്നവരും വരാനിരിക്കുന്നവരും ഖിയാമത്ത് നാളിന്റെ മുമ്പായി അവസാനം ഈ ലോകത്ത് ജനിക്കുന്ന കുട്ടി ഉൾപ്പെടെ ആ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇവിടെ പരാജയമാണ്, നഷ്ടമാണ്. ഭൗതിക ജീവിതം കൊണ്ട് ആഖിറത്തിലേക്ക് ലാഭമില്ല എന്നാണ് ആ പറഞ്ഞു വെച്ചത്. ഉഖ്റവിയായ നഷ്ടം, ഇവിടുത്തെ ബിസിനസ്സിലോ കൃഷിയിലോ മറ്റു തൊഴിലുകളിലോ ഉള്ള നഷ്ടമെന്നല്ല. ആഖിറ ജീവിതം പരാജയമാണ് എല്ലാവർക്കും എന്ന് അള്ളാഹു പറഞ്ഞു വെച്ചിട്ട് ഒരു വിഭാഗത്തെ അതിൽ നിന്ന് മാറ്റുകയാണ്. ഒറ്റ വിഭാഗത്തിനേ ലാഭമുള്ളൂ. ഏതാണ് ആ ഒരു വിഭാഗം? അവരെയാണ് ബാക്കിൽ വിവരിക്കുന്നത്.
ആ വിഭാഗത്തിന് 4 കാര്യങ്ങൾ ഒത്തിണങ്ങിയിരിക്കണം. 4 കാര്യങ്ങൾ സമ്മേളിച്ച 4 സ്വഭാവങ്ങൾ ഒത്തുകൂടിയ ഒരു വിഭാഗം മാത്രം. 4 വിഭാഗങ്ങളല്ല, 4 സ്വഭാവമുള്ള 4 തരത്തിലുള്ളവരല്ല, 4ഉം കൂടിയുള്ള ഒറ്റ വിഭാഗത്തിനാണ്. അതാണ് ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനു, ഒരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കാൻ ബാധ്യതയുള്ള എന്തെല്ലാം ഈമാനികമായ കാര്യങ്ങളുണ്ടോ അക്കാര്യങ്ങൾ അഖിലവും വിശ്വസിക്കുക എന്നതാണ്. എല്ലാ വിശ്വാസപരമായ കാര്യങ്ങളും വിശ്വസിക്കണം. എന്നിട്ട് വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണം. വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കാൻ ഉപദേശിക്കണം. അപ്പൊ സത്യം കൊണ്ട് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ക്ഷമിക്കാൻ ഉപദേശിച്ച് സത്യോപദേശം നടത്തി ഈ 4 സ്വഭാവ ഗുണങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു കക്ഷി, അവർക്കാണ് വിജയമുള്ളത്. അല്ലാത്തവർക്കൊക്കെ പരാജയമാണെന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോൾ മാന്യ സഹോദരന്മാരെ, നാം ഇവിടുന്ന് പഠിക്കാനുള്ളത് 4 ഗുണങ്ങൾ എണ്ണിയേടത്ത് ഏറ്റവും ആദ്യം പറഞ്ഞ ഗുണം ഇല്ലല്ലദീന ആമനു. ഞാൻ ഈ ആയത്തിൽ നിന്ന് അക്കാര്യം മാത്രം സൂചിപ്പിക്കാനാണ് അത് ഓതിയത്. ഒന്നാമതായി പറഞ്ഞത് ഇല്ലല്ലദീന ആമനു ആണ്. ഈമാൻ കാര്യം രക്ഷപ്പെടണം. ഈമാൻ കാര്യം രക്ഷപ്പെട്ടവർക്ക് മാത്രമേ വഅമിലുസ്സാലിഹാത്തി ഉപകരിക്കൂ, അവർക്ക് മാത്രമേ വതവാസൗ ബിൽ ഹഖ് ഉപകരിക്കൂ, അവർക്ക് മാത്രമേ വതവാസൗ ബിസ്സബ്രി ഉപകരിക്കൂ. ഇല്ലല്ലദീന ആമനു കുളത്തിലായാലോ ബാക്കിയെല്ലാം കുളത്തിലാണ്. ഇത് പഠിപ്പിക്കാനാണ് ഇല്ലല്ലദീന ആമനു ആദ്യം പറഞ്ഞത്. ആ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും ഈമാനിലേക്ക് വന്നിട്ടില്ലാത്ത ധാരാളം കക്ഷികൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആരും വിശ്വസിച്ചിട്ടില്ല അവർക്കത് പരലോകത്തിൽ ഉപകരിക്കുമെന്ന്. ഈമാൻ കൊണ്ടാണ് ഇസ്ലാമിലെ മെമ്പർഷിപ്പ് വരുന്നത്. അപ്പൊ ഈമാൻ കാര്യങ്ങൾ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ ഈമാൻ കാര്യത്തെക്കുറിച്ച് വഴന്നു പറയുകയല്ല, പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ഇസ്ലാമിനകത്ത് മെമ്പർഷിപ്പ് ഉറപ്പിക്കേണ്ടത് ഈമാൻ കാര്യങ്ങൾ കൊണ്ടാണ്. ഈമാൻ കാര്യങ്ങൾ എന്നാൽ എന്തൊക്കെ? അത് 6 നമ്മൾ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞത് കൊണ്ട് ശരിയാവൂല. ആ 6 അംഗീകരിച്ചത് കൊണ്ട് രക്ഷപ്പെടുകയും ഇല്ല. ഈമാൻ കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ പാഠങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് തരീഖ്. ഈമാൻ കാര്യങ്ങൾ 6 നമ്മൾ എണ്ണി പഠിച്ചു. പക്ഷേ ഇസ്ലാമിന്റെ പാഠങ്ങൾ, ഇസ്ലാം നൽകുന്ന പാഠങ്ങളിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കേണ്ട കാര്യങ്ങളെ അത് വിശദീകരിക്കാൻ പോയാൽ ഈമാൻ കാര്യങ്ങൾ 6ലും 60ലും 600ലും ഒതുങ്ങിയതല്ല. അത്രയും വലിയ കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തകരാറ്. ഇന്ന് ഈമാനികമായ കുറവാണ്. ഈ കാലഘട്ടത്തിന്റെ പോരായ്മകൾ, ഇന്നത്തെ സമുദായത്തിന്റെ ചാബല്യങ്ങൾ എടുത്തു പറയുമ്പോ എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറയാനുള്ളത് ഈമാൻ കുറഞ്ഞു, ഈമാൻ കുറഞ്ഞു. എവിടെയായി കുറഞ്ഞത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈമാൻ കാര്യം കുറഞ്ഞു 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 എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും 6 5 ആക്കിയോ, 4 ആക്കിയോ, 3 ആക്കിയോ? ഇല്ല. പക്ഷേ ആ 6 ഈമാൻ കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന് വിശ്വസിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമ്മൾ ആ 6 എണ്ണി പറയാനാ പഠിച്ചത്. ആ 6 കാര്യത്തെ ഉൾക്കൊണ്ടവരല്ല. ഈമാൻ കാര്യം എത്രയാണ്? ഈമാൻ കാര്യം 6 അൻതുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതേ അറിയൂ. അത്രേ അറിയൂ എന്നതുകൊണ്ട് നാം ഈ സമൂഹത്തിന്റെ മുമ്പിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി ഒന്നും പഠിക്കാത്ത, ഇസ്ലാമിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായ ഒരു ആശയം കൊണ്ടുവന്നാൽ അത് തെറ്റായ ആശയമാണെന്ന് കണ്ടെത്താനോ കണ്ടെത്തി അവർ പറഞ്ഞു കൊടുത്താൽ അത് ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്ത വിധം മതത്തെക്കുറിച്ചുള്ള അജ്ഞത ഈമാനിൽ നിന്ന് ഒരുപാട് പുറത്തുപോയി. ധാരാളം മുഴുവൻ ശാഖകളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയിരിക്കുന്നു. അവിടെയാണ് ഈമാന് പറ്റിയ കുറവ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മദ്രസയിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടിയെ വിളിച്ചിട്ട് ഈമാൻ കാര്യം എത്രയെന്ന് ചോദിച്ചാൽ 6 എന്ന് പറയും ആ കുട്ടി. നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കൂടിയ ഒരു വലിയ കാരണവരെ വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹവും അത് പറയും. എണ്ണാൻ പറഞ്ഞാലോ ആ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ആ കാരണവരും അതുപോലെ പറയും. 6 ഈമാൻ കാര്യമാണ്. 1 അള്ളാനെ വിശ്വസിക്കലാണ്, 6ാമത്തത്
ഖൈറു ഷർറു അള്ളാന്റെ അടുക്കെന്നാന്ന് വിശ്വസിക്കലാണ്. ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയും ഈ നമ്മുടെ 90 കൊല്ലം ജീവിച്ച ഈ സമൂഹത്തിൽ വയലു കേട്ട, പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുത്ത, ദർസിൽ പങ്കെടുത്ത ഈ കാരണവരും അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. അവരോട് തിരിച്ച് ആ അള്ളാഹിനെ കുറിച്ച് ആരെങ്കിലും ഒരു ചോദ്യം ഉന്നയിച്ചാൽ ഈ കുട്ടി അങ്കലാപ്പിലാവുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആ കാരണവരും അങ്കലാപ്പിലാണ്. എന്താ ഇതിന് കാരണം? തെമ്മീസാവുന്നതിന് മുമ്പ് ദീനീ പഠനം നിർത്തിയിരിക്കുന്നു. നമ്മൾ 10 വയസ്സിന് മുമ്പ് മതപഠനത്തിന്റെ സർട്ടിഫിക്കറ്റ് ചുമരിൽ തൂങ്ങി. പിന്നെ ഭൗതിക ലോകത്ത് മാത്രമാണ് നമ്മളുള്ളത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. ഈമാനിന് ധാരാളം ശാഖകളുണ്ട്. ഒന്നാമത്തെ ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും ലാസ്റ്റ് ശാഖ മനുഷ്യൻ നടക്കുന്ന വഴിയിൽ ഒരു കല്ലോ മുള്ളോ കണ്ടാൽ അത് എടുത്തിട്ടു പോകലാണ്. ഇതും ഈമാനിന്റെ ശാഖകളാണെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. മനുഷ്യൻ ലജ്ജ ഉണ്ടാകുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജയില്ലാത്തവൻ മുഅ്മിനല്ല എന്നാണ് ആ ഹദീസിന്റെ നേർക്ക് നേരെ അർത്ഥം. അപ്പൊ മനുഷ്യനെ മുഅ്മിനാക്കുന്നതിൽ ലജ്ജക്കും പങ്കുണ്ടെന്നാണ്. ഈമാൻ കാര്യങ്ങളിൽ എണ്ണിയതിന്റെ അർത്ഥം എന്താണ്? അക്കാര്യങ്ങളൊക്കെ മനുഷ്യനെ മുഅ്മിനാക്കി തീർക്കാൻ ആവശ്യമാണ്. അക്കാര്യങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യൻ കാഫിറായി പോകാൻ കാരണവുമാണ്. ഇതാണ് ഈമാൻ കാര്യങ്ങളിൽ ഒരു കാര്യത്തെ എണ്ണിയതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ കൊണ്ട് മുഅ്മിനാകലെങ്ങനെ, കാഫിറാകലെങ്ങനെ, ഇത് നമുക്ക് വിശദമായി മനസ്സിലാക്കണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ ശാഖയാണെങ്കിൽ അതുകൊണ്ട് എങ്ങനെ മുഅ്മിനാവല്? അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞ ഏറ്റവും നല്ല വാക്കാണത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഈമാൻ കാര്യത്തിന്റെ ഒന്നാമത്തെ ശാഖ. 6 കാര്യങ്ങൾ എണ്ണിയെടുത്ത് നമ്മളത് പഠിച്ചിട്ടില്ല. പക്ഷേ 6 കാര്യങ്ങളിൽ നിന്നും ഓരോന്നിന്റെ വിശദീകരണങ്ങൾ പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ കാര്യത്തിൽ വരും. പല്ല് തേക്കലും ഈമാൻ കാര്യത്തിൽ വരും. കാലിൽ ചെരിപ്പിടലും ഈമാൻ കാര്യത്തിൽ വരും. കയ്യിൽ മോതിരമിടലും ഈമാൻ കാര്യത്തിൽ വരും. എല്ലാം ഈമാൻ കാര്യത്തിൽ പെട്ടതാണ്. അതുകൊണ്ടൊക്കെ മനുഷ്യൻ മുഅ്മിനായി തീരാൻ കാരണമാവുന്നുണ്ട്. അക്കാര്യങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യൻ കാഫിറായി പോയേക്കാനും സാധ്യതയുണ്ടെന്നാണ് അതിനർത്ഥം. ആ രൂപത്തിൽ നമ്മൾ മതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്താത്തത് കൊണ്ട് ആശയ പാപ്പരത്വത്തിന് വിധേയരായി നാം വീര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് പറ്റിയ തകരാറ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മുഅ്മിനാകൽ എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോനൊക്കെ മുഅ്മിനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നാണോ മുഅ്മിനാവുന്നതിനർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെല്ലാം മുഅ്മിൻ എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരൊക്കെ കാഫിറാണോ? അങ്ങനെയുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത മുഅ്മിനീങ്ങളുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും കാഫിറായവരുമുണ്ട്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മുഅ്മിനാകൽ എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ മുഅ്മിനാകുകയാണെങ്കിൽ നമ്മുടെ ശ്രീമാൻ യേശുദാസൊക്കെ എത്രയോ മുഅ്മിനായിട്ടുണ്ട്. ഒരുപാട് ലാ ഇലാഹ ഇല്ലല്ലാഹും പാടിയ പാട്ടുകളിലുണ്ട്. ഇല്ലേ? ഒരുപാട് ആളുകൾ അങ്ങനെ മതത്തിന് പുറത്തുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത പിഞ്ചുമക്കളില്ലേ ഒരുപാട്? മുസ്ലിമായ മാതാപിതാക്കന്മാരിലൂടെ ജന്മമെടുത്ത കുട്ടികൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ഇസ്ലാമിക രൂപത്തിലാ ജനിക്കുന്നത്. മുസൽമാന്റെ കുട്ടി മുസ്ലിം തന്നെയാണ്. ആ കുട്ടി എങ്ങനെ മുഅ്മിനായത്? ആ കുട്ടി എങ്ങനെ മുസ്ലിമായത്? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെയും മുസ്ലിമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും മുസ്ലിം ആവാതിരിക്കുന്നവനുമുണ്ട്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഈമാനിന്റെ ഒന്നാമത്തെ ശാഖ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? അതുകൊണ്ട് മുഅ്മിനാവൽ അതൊരു വലിയ ആശയമുള്ള മുദ്രാവാക്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മുഅ്മിനാകൽ പറയലോ പറയാതിരിക്കലോ അല്ല എന്ന് ചുരുക്കം. ഇനി എങ്ങനെയാണ് അതുകൊണ്ട് മുഅ്മിനാകല്? അത് പഠിപ്പിക്കുന്ന വലിയൊരാശയമുണ്ട്. അതെന്താ? ഈ ലോകത്ത് മനുഷ്യൻ മൊത്തത്തിൽ 2ആയി നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്തിനൊരു നാഥനുണ്ട്, കർത്താവുണ്ട് എന്ന് അംഗീകരിക്കുന്നൊരു വിഭാഗം ദൈവവിശ്വാസികൾ. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ പ്രകൃതി കൊണ്ടുണ്ടായതാണെന്ന് പറയുന്ന നിരീശ്വരവാദികൾ, ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കാത്തവർ. അതിൽ ദൈവനിഷേധികൾ എക്കാലത്തും ന്യൂനപക്ഷവും ദൈവവിശ്വാസികൾ എന്നും ഭൂരിപക്ഷവുമാണ്. ലോകത്തിന്റെ കർത്താവിനെ സമ്മതിക്കുന്ന ദൈവവിശ്വാസികൾ ഭൂരിപക്ഷമാണ്. എന്നാൽ ആ ദൈവം ഏതാണെന്ന് തീരുമാനിക്കുന്നിടത്ത് ഈ ഭൂരിപക്ഷം വരുന്ന ദൈവവിശ്വാസികൾ ഇനി ഭിന്നിക്കുകയാണ്. പലർക്കും പലതാണ് ദൈവം. ചിലർക്ക് ഒരു ദൈവം, ചിലർക്ക് ഒരുപാട് ദൈവം, അത് തന്നെ പലതും പല ദൈവം. പലരും പടച്ചോന്മാരാണ്. അങ്ങനെ പലരെയും ആരാധിക്കുന്ന ദൈവവിശ്വാസികളാണ്. അക്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ സത്യത്തിലുള്ള ദൈവം ആര്?
സത്യത്തിലുള്ള പടച്ചോനാര്? അത് അള്ളാഹു ആണെന്നതാ നേര്. അതാകുന്നു ഇതിന്റെ ഉള്ളടക്കം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് ലോകത്തിന്റെ കർത്താവ്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവൻ മാത്രമാണ് പടച്ചതമ്പുരാൻ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉള്ളടക്കം. ആ ഉള്ളടക്കത്തെ മാനസികമായി അംഗീകരിക്കുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് മുഅ്മിനാവുക എന്നതിനർത്ഥം. ആ ഉള്ളടക്കത്തെ അംഗീകരിച്ചവരുടെ കൂടെ നിൽക്കുന്നവൻ, അവരൊക്കെ മുഅ്മിനീങ്ങളാ. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞിട്ടും ഇത് അംഗീകരിക്കാത്തവനാണോ അക്കാലം അത്രയും അയാൾ കാഫിറുമാണ്. ഇപ്പോൾ മാനസികമായി അംഗീകാരം നൽകുക എന്നാണ് ഈമാൻ കാര്യത്തിൽ എണ്ണിയ ഒന്നിന്റെ ഒരു കാര്യത്തെ ഈമാൻ കാര്യത്തിൽ എണ്ണ എന്ന് പറഞ്ഞാൽ അതിനെ സമ്മതിക്കുക എന്ന് ചുരുക്കം. ഇതേ രൂപത്തിൽ ഇനി ബാക്കി കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. വഴിയിൽ കാണുന്ന കല്ലും മുള്ളും അത് ഈമാൻ കാര്യത്തിൽ എണ്ണി മനുഷ്യനെ മുഅ്മിനാക്കുന്നതിൽ അക്കാര്യത്തിന് പങ്കുണ്ടെന്നാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് മനുഷ്യൻ കാഫിറാകാനും സാധ്യതയുണ്ടെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാം? ഇവിടെ നിന്ന് വയല് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മർക്കസ് ഓഫീസിലേക്ക് നടന്നു പോകുമ്പോ സാധാരണ നമ്മളെല്ലാവരും നടന്നു പോകുന്ന വഴിയിൽ നല്ല കൂർത്ത ഒരു മുള്ളു കണ്ടു, അല്ലെങ്കിൽ ഒരു കുപ്പിച്ചില്ല് കണ്ടു. കാലിൽ തട്ടിയാൽ കാലിനെ ബുദ്ധിമുട്ടാക്കി തീർക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു കണ്ടു. അത് കണ്ടാൽ ആ വഴിക്ക് പിന്നാലെ വരുന്ന തന്റെ സഹയാത്രികന്മാർക്ക് വേണ്ടി അത് എടുത്തു മാറ്റുക. എന്റെ ബാക്കിൽ വരുന്ന സഹോദരൻ അത് കാണാതെ പോയാൽ അവന്റെ കാല് നഷ്ടപ്പെട്ടു പോകണ്ട, കാല് വിഷമത്തിലായി പോകണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ അത് മാറ്റിയിട്ടു പോകണം. ഇത് ഈമാന്റെ ഭാഗമാണ്. അതാണ് വഴിയിൽ കാണുന്ന കാലിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വസ്തുക്കൾ മാറ്റിയിടുക. മുഅ്മിനായ ഈമാൻ കാര്യത്തിൽ എല്ലാം വിശ്വസിച്ച അതിന്റെ പ്രവർത്തകനായ ഞാനോ അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളോ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ മുള്ളോ കുപ്പിച്ചില്ലോ കണ്ടിട്ട് അതെടുത്തിടാതെ പോയാൽ, ഇപ്പൊ ഈമാൻ കാര്യത്തെ അവഗണിച്ചല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ കാഫിറാവോ? ഒരാളും ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വഴിയിൽ കാണുന്ന കല്ലും മുള്ളും എടുത്തിടൽ ഈമാൻ കാര്യമാണ്. പക്ഷെ അത് എടുത്തിടാതെ ഒരു മുഅ്മിനായ മനുഷ്യൻ പോയത് കൊണ്ട് അയാൾ കാഫിറാകുന്നില്ല, ആകുമെന്നാരും പറഞ്ഞില്ല. ഇനി കാഫിറായ ഒരു മനുഷ്യൻ അയാൾ എന്ത് ചിന്തിച്ചു? അയാള് ഒരു ഗോപാലനാണ്, അല്ലെങ്കിൽ ഒരു കുമാരനാണ്, ഒരു തോമസാണ്, അല്ലെങ്കിൽ ഒരു കല്യാണിയാണ്. അവളോ അവനോ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മുള്ളു കണ്ടു. അയാൾ എന്താ ചിന്തിച്ചത്? പടച്ചവനെ, ഞാൻ ഇത് കണ്ടതുകൊണ്ട് എന്റെ കാൽ രക്ഷപ്പെട്ടു. എന്റെ പിന്നാലെ വരുന്നവർ ചിലപ്പോ എന്റെ മാപ്പിളമാരായ സഹോദരന്മാരായിരിക്കും, അവരാണെങ്കിലും കാല് കഷ്ടത്തിലായി പോകണ്ട, ഞാനതങ്ങ് മാറ്റിയിടട്ടെ എന്ന് വിചാരിച്ച് ആ ഗോപാലൻ അത് എടുത്തിട്ട് പോയാൽ, റസൂലുള്ളാഹി തങ്ങൾ ഈമാൻ കാര്യത്തിൽ എണ്ണിയ ഒരു കാര്യമാണ് ഇപ്പൊ ഈ ഗോപാലൻ ചെയ്തത്. ഓ മുഅ്മിനായ ആയിട്ടില്ല. അപ്പൊ വഴിയിൽ കാണുന്ന കല്ലും മുള്ളും കൊണ്ട് മുഅ്മിനാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എടുത്തിട്ടാൽ മുഅ്മിനാകുക, എടുത്തിടാതെ പോയോ കാഫിറാകുക എന്നല്ല. പിന്നെയോ എടുത്തിട്ടാൽ ഒരു സുന്നത്തിന്റെ കൂലി കിട്ടും, എടുത്തിടാതെ പോയാൽ ആ സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടും. ഇനി എവിടെയാ അത് ഈമാനികമായി നമ്മെ ബാധിക്കുന്നത്? അത് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നിടത്താണ്. അതിനെക്കുറിച്ച് വിലയിരുത്തണം. എങ്ങനെയാ വിലയിരുത്തേണ്ടത്? ഒരു മുഅ്മിനായ മനുഷ്യൻ അതിനെ വിലയിരുത്തേണ്ടത് മാതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു ഖാലല്ലാഹു അസ്സ വജൽ. നിങ്ങൾക്ക് നിങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതെല്ലാം നിങ്ങൾ അംഗീകരിക്കണം. ആ പ്രവാചകൻ നിങ്ങളെ എന്തിൽ നിന്നെല്ലാം വിലങ്ങിയോ അതെല്ലാം ദീനിന്റെ വിലക്കുകളായി നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മോട് നൽകിയ താക്കീതിന്റെ വെളിച്ചത്തിൽ മനുഷ്യൻ നടക്കുന്ന വഴിയിൽ കാണുന്ന കല്ലും മുള്ളും എടുത്തു മാറ്റുക എന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ദീനിയായ ആചാരമാണെന്ന് സമ്മതിക്കലാവുന്നു. ഇത് സമ്മതിച്ചോ അവൻ മുഅ്മിനാണ്, അക്കാര്യം കൊണ്ട് മുഅ്മിനാണ്. അതേസമയം എടുത്തിട്ടുകൊണ്ട് തന്നെ പോയ ഒരു മുഅ്മിനായ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല, ആ ഹദീസ് ആരോ വെച്ച് കെട്ടിയുണ്ടാക്കിയതാണ്, ഞാൻ അതുകൊണ്ട് നിഷേധിക്കുന്നു. പക്ഷേ കാര്യം നല്ല കാര്യമല്ലേ, ഞാൻ എടുത്തിട്ടെ, കാല് രക്ഷപ്പെടൽ നല്ല കാര്യം തന്നെയാണ്. അതേതോ ചില പണ്ഡിതന്മാര് മൗലൂദിന് പോകുമ്പോ വഴി നന്നാക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഹദീസാണ്. കാലിൽ കഴുകി കൊടുക്കാൻ വെള്ളം വാർന്നു കൊടുക്കണമെന്നല്ലേ പണ്ഡിതന്മാര് പഠിപ്പിച്ച പൗരോഹിത്യം. അതിന്റെ ഭാഗമായി കുറെ ആലിമീങ്ങള് അവർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ് എന്നതിനെ വിലയിരുത്തിയാൽ ആ മനുഷ്യൻ ആ കാര്യം കൊണ്ട് അവൻ ഇസ്ലാമെന്ന് പുറത്താവുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.
ഇപ്പൊ ഈമാൻ കാര്യങ്ങൾ മനുഷ്യനെ മുഅ്മിനാക്കി തീർക്കാനുള്ള കാര്യങ്ങളുടെ വ്യാപ്തി ഈ രൂപത്തിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ കൂടുതലാണ്. ഞാൻ ഇത്തരം വ്യാപകമായ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് ഇസ്ലാമിൽ അവന്റെ മെമ്പർഷിപ്പ് ഉറപ്പുവരുത്തലാണ്. ഈ മെമ്പർഷിപ്പ് ഉറപ്പുവരുത്താൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പഠിപ്പിച്ചിട്ടുള്ള രീതിയും മാർഗവും അതിലൂടെ പോകുമ്പോഴല്ലാതെ ഞാൻ നേരായ മാർഗത്തിലാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഒരാൾക്ക് സാധ്യമല്ലാതാവുന്നു. ഇവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നാം എല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിച്ചവരാണല്ലോ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുമ്പോൾ അതിലൂടെയാണ് എന്റെ രക്ഷ എന്ന ബോധം അതിന്റെ പ്രവർത്തകന്മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ഏതിലെ പോയാലും എങ്ങനെ പോയാലും രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനും സുന്നത്തും ഓതിയിട്ട് നിരവധി ആശയങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകെട്ടി തെറ്റായ നൂറായിരം ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് നമ്മുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ഖൽബിന് ചാഞ്ചാട്ടമുണ്ടായാൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ വെള്ളത്തിലാകുന്ന അവസ്ഥയിലേക്കാണ് മനുഷ്യനെത്തുന്നത്. ഈ അപകടകരമായ രംഗം വളരെ ഗൗരവത്തോടെ നാം സൂക്ഷിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള എല്ലാ ആളുകളും എല്ലാ പ്രവാചകന്മാരും മുസ്ലിമീങ്ങളാണ്. എല്ലാ പ്രവാചകന്മാരും മുസ്ലിമീങ്ങളാണ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചല്ലോ, ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം 5. 6 ഈമാൻ കാര്യവും 5 ഇസ്ലാം കാര്യവും 2 തരംതിരിച്ച് പഠിച്ചത്. ഈമാൻ കാര്യങ്ങൾ അംഗീകരിച്ചവരൊക്കെ മുഅ്മിനീങ്ങളൊന്നും, ഇസ്ലാം കാര്യം സംബന്ധിച്ചവരൊക്കെ മുസ്ലിമീങ്ങളൊന്നും 2 വിഭാഗത്തെ മനസ്സിലാക്കിക്കൊണ്ടാണോ? മുഅ്മിനീങ്ങളൊന്ന് വേറെയും മുസ്ലിമീങ്ങളൊന്ന് വേറെയും അങ്ങനെ ആരെങ്കിലും വിചാരിച്ചോ? ഈമാൻ കാര്യങ്ങൾ 6 മുഅ്മിനീങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ ചെയ്തു വരുന്ന ആളുകളൊക്കെ മുസ്ലിമീങ്ങൾ. അങ്ങനെയല്ല, ഈമാനും ഇസ്ലാമും ഒന്നാണ്. മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസ രംഗത്തെ ഈമാൻ കാര്യങ്ങളായും കർമ്മരംഗത്തെ ഇസ്ലാം കാര്യങ്ങളായും പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു എന്നല്ലാതെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും ഒരേ വിഭാഗത്തിന്റെ 2 പേരാണ്. അപ്പൊ മുഅ്മിനീങ്ങളൊന്നും മുസ്ലിമീങ്ങളൊന്നുമുള്ള ആ ഒറ്റ പേര് ആശയപരമായ യോജിപ്പിന്റെ പേരിൽ കിട്ടുന്ന നാമമാകുന്നു. അതെങ്ങനെയാണ്? കർമ്മരംഗത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ മുൻകാലത്തെ അമ്പിയാക്കന്മാർക്കെല്ലാം വ്യത്യസ്ത ശരീഅത്ത് നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും ഈമാൻ കാര്യങ്ങളുടെ പേരിൽ മുസ്ലിങ്ങൾ എന്ന നാമത്തിൽ ഇവർ ഒന്നിച്ചത് എങ്ങനെ? ആദം നബി അലൈഹിസ്സലാമിന്റെ കർമ്മരംഗമല്ല നമുക്കുള്ളത്. അവർക്കുണ്ടായിരുന്ന കർമ്മകാര്യങ്ങളായിരുന്നില്ല നൂഹ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നെയും വ്യത്യസ്തമാണ് ബേക്കിൽ വന്ന ഓരോ അമ്പിയാക്കന്മാരും. തന്റെ ജനങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന ശരീഅത്ത് നിയമങ്ങൾ മാറി മാറിയാണ്. വ്യത്യസ്ത ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ച മനുഷ്യന്മാർ ഒരേ പേരിന്റെ വക്താക്കളായി മുസ്ലിംകൾ എന്ന നാമത്തിൽ അവരെല്ലാവരും ഉറച്ചു നിൽക്കാൻ കാരണം ശരീഅത്തിന്റെ കർമ്മരംഗത്തുള്ള നിയമങ്ങൾ വിവിധ അമ്പിയാക്കന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ മാറിയിരുന്നുവെങ്കിലും ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഒരൊറ്റ പ്രവാചകനും ലോകത്ത് പഠിപ്പിച്ചതിൽ നിന്ന് മാറ്റമില്ലാതെ ഒരുപോലെ തുടർന്നതാണ് 6 ഈമാൻ കാര്യങ്ങൾ. അവരൊക്കെ 6 ഈമാൻ കാര്യങ്ങൾ ഒരുപോലെ ലോകത്ത് പഠിപ്പിച്ചു. അൻതുമിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഈ 6 കാര്യങ്ങളിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എവിടെയും മാറ്റമുണ്ടായിട്ടില്ല. അപ്പൊ ഇവരെല്ലാവരും ഒരേ മതത്തിന്റെ വക്താക്കൾ, ഒരേ പേരിന്റെ ആളുകളായി മാറുന്നത് മുസ്ലിം എന്ന പേരിൽ, മുഅ്മിൻ എന്ന പേരിൽ അവരെ ഒരുമിച്ച് കൂട്ടിയത് മാറ്റമില്ലാതെ വന്ന വിശ്വാസപരമായ കാര്യങ്ങളിലൂടെയാണ്. കർമ്മരംഗത്തോ അതാത് കാലങ്ങളിൽ ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായിരിക്കുന്ന വിഷയങ്ങളിൽ അവർക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലത്തുള്ള വിവാഹ നിയമം അല്ല ഇന്ന് നമുക്കുള്ളത്. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആദം നബി അലൈഹി സ്വലാമിന്റെ മകൻ ആദം നബിന്റെ മകളെ കെട്ടല, അല്ലേ? ആങ്ങളെ പെങ്ങളെ കല്യാണം കഴിക്കലല്ലേ? ആദം നബി അലൈഹി സ്വലാമിന്റെ മോൻ ആദം നബി അലൈഹി സ്വലാമിന്റെ മോളെ കല്യാണം കഴിക്കുന്നു. 2 പ്രസവത്തിലാണ് ജനിച്ചത്. ഒരു പ്രസവത്തിൽ 2 കുട്ടി, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ ധാരാളം പ്രസവങ്ങൾ, കൊല്ലം പ്രസവം.
ഈ രൂപത്തിൽ ധാരാളം പ്രസവങ്ങൾ ഉണ്ടായിട്ട് ആദ്യ പ്രസവത്തിലെ ആൺകുട്ടിക്ക് രണ്ടാം പ്രസവത്തിലെ പെൺകുട്ടി ഭാര്യയാകുക, മറിച്ച് അങ്ങോട്ടും ആകുക. ഇങ്ങനെ വരുമ്പോൾ പ്രസവം രണ്ടാണെന്നതുകൊണ്ട് അന്യത സ്ഥാപിക്കുന്ന സ്വഭാവമാണ്. ബാപ്പയൊന്ന് ഉമ്മയൊന്ന്. പക്ഷെ ആ നിയമം കുറെ കാലം കഴിഞ്ഞപ്പോ മാറിയല്ലോ. ഒരുപാട് കാലം കഴിഞ്ഞപ്പോ അതിന് മാറ്റമുണ്ടായി. എന്താ കാരണം? അന്ന് അതാണ് പ്രായോഗികമായത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മോനോട് വേറെ വാപ്പാന്റെ മോളെ പോയി കെട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂല. പിന്നെ കുരങ്ങന്മാരെ അടിക്ക് കയറല്ലാതെ നിർത്തില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് പെണ്ണ് കിട്ടാൻ വഴിയില്ല. മനുഷ്യന്റെ മകളെ കിട്ടണോ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ തന്നെ മോളെ കിട്ടണം. അതേസമയം കുറെ കാലം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരേ വാപ്പാന്റെ മകൻ അതേ വാപ്പാന്റെ മോളെ കെട്ടലൊക്കെ മാറിയിട്ട് ഒരു വാപ്പാന്റെ രണ്ട് പെൺകുട്ടികളെ ഒപ്പം കെട്ടാമായിരുന്നു. അതും കുറെ കാലം നിലനിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ ഉമ്മയും ജ്യേഷ്ഠത്തി അഞ്ചത്തിയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കിട്ടിയത്, അല്ലേ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിച്ചത് ഒരേ പിതാവിന്റെ രണ്ട് മക്കളെ, സ്വന്തം അമ്മാവന്റെ. റാഹീലിനെയും ലയ്യയെയും ജ്യേഷ്ഠത്തിയെയും അനുജത്തിയെയും രണ്ടാളും കിട്ടി. രണ്ടാളെയും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിച്ചു. അത് വലിയ ചരിത്രമാണ്. ആ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ജ്യേഷ്ഠത്തിക്കുണ്ടായ മക്കളും അനുജത്തിക്കുണ്ടായ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാമും. ഇവിടെയാണ് അവർക്കിടയിലുണ്ടാകുന്ന കുഴപ്പവും ഫിത്നയും ഫസാദും ഒക്കെ നടക്കുന്നത്. അതിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പിന്നെയും മൂസ നബി അലൈഹി സ്വലാമിന്റെ കാലം വരെ ഒരേ പിതാവിന്റെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കുന്ന വിധി സമ്പ്രദായം നിലനിന്നു വന്നിട്ടുണ്ട്. അവിടെ മുതൽക്ക് അത് നിരോധിക്കപ്പെട്ടത്. ഇങ്ങനെ വരുമ്പോൾ കർമ്മരംഗത്ത് പ്രവർത്തിച്ചു വന്ന രീതി മുൻകാലങ്ങളിലുണ്ടായ വിവിധ സമൂഹം വ്യത്യസ്ത കോലത്തിലായിട്ട് പേരിൽ ഒരുമിക്കാൻ കാരണം വിശ്വസിച്ച ആദർശ രംഗം ഒരേ കാര്യങ്ങളായിരുന്നു. ഇതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും എന്തു ചെയ്യണം? മുഅ്മിനായി ആ പൂർവകാലം മുതൽക്ക് വന്നു വരുന്ന വിശ്വാസപരമായ കാര്യങ്ങളിൽ ആദർശ രംഗത്ത് ഒരേ ആശയം, അതിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൈകാര്യം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ഈമാൻ പിഴപ്പിക്കാനുള്ള ഒരുപാട് വിഭാഗക്കാർ നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യന്റെ കൂടെ പിശാച് വല്ലാതെ കൂടും. ആ പിശാച്ചിന് പണി തന്നെ മുഅ്മിനായ മനുഷ്യനെ പിഴപ്പിക്കലാണ്. അതിന് ഇസ്ലാമികമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് അവൻ വഴിയൊരുക്കുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ എടുത്തിട്ട് ജനങ്ങളെ തെറ്റായ രൂപത്തിൽ ധരിപ്പിക്കണം. എന്നിട്ട് ആ തെറ്റിലേക്ക് നയിക്കാൻ. ഈ തെറ്റിലേക്ക് വീഴാനുണ്ടായ കാരണം ഇത്തരം അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളിലുള്ള അറിവിന്റെ കുറവുമാണ്. യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ നബിയാണെന്ന് പറഞ്ഞത് തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മറ്റൊരു പ്രവാചകൻ വരില്ല എന്നതിന്റെ പരസ്യ പ്രഖ്യാപനമല്ലേ ആ പറഞ്ഞത്? മാ കാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുൻകാലത്ത് വന്ന പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഖാതമുൻ നബിയീൻ എന്ന നാമത്തിന്റെ വക്താവാകുന്നു എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ പ്രവാചകന്മാർ നേരിട്ട് വന്ന് കാര്യം പഠിപ്പിച്ചാണ് അവരെ ഹിദായത്താക്കിയത്. അതേസമയം നമ്മോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ എത്ര രൂപത്തിൽ ഏത് രൂപത്തിൽ നിങ്ങൾ വഴിപഴച്ചാലും, നിങ്ങൾ എങ്ങനെയൊക്കെ ശുഷ്കിച്ചു പോയാലും, സാംസ്കാരികമായി നിങ്ങൾ തളർന്നു പോയാലും നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ പുതിയൊരു പ്രവാചകനെ കാത്തിരിക്കേണ്ട. പുതിയൊരു പ്രവാചകനെ കാത്തിരിക്കാത്ത സമുദായമാണ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കാനുള്ളതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാരമ്പര്യത്തെ നോക്കിക്കൊണ്ടല്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന വഴിക്കൂടെ അല്ലാതെ തന്റെ വിശ്വാസ രംഗത്തെ ഉറപ്പിച്ചു നിർത്താൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിരീങ്ങൾ ദീനിനു വേണ്ടി റസൂലുള്ളാന്റെ കൂടെ മക്കയിൽ നിന്ന് അവിടുത്തെ കുടുംബത്തെ ഒഴിവാക്കി, അവിടുത്തെ വീട് ഒഴിവാക്കി, ധനങ്ങൾ ഒഴിവാക്കി, മറ്റു ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി ദീനിനു വേണ്ടി മദീനയിലേക്ക് പാലായനം ചെയ്തവരാണ് മുഹാജിരീങ്ങൾ. അതാണ് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന. ദീനിലേക്ക് ആദ്യം കടന്നു വന്ന മുഹാജിരീങ്ങളും വൽ അൻസാർ, അവിടെ ചെന്നപ്പോൾ മദീനയിൽ നിന്ന് ആ ചെന്ന മുഹാജിരീങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി അവരെ സ്വീകരിച്ച അൻസാറുകളും അവരെ സൂചിപ്പിച്ച് അല്ലാഹു പറഞ്ഞു, വല്ലദീന തബഊഹും ബിഇഹ്സാൻ.
അവരോട് നല്ല കാര്യങ്ങളിൽ പിൻപറ്റിക്കൊണ്ട് അവരെ അനുഗമിച്ചു പോരുന്ന ആളുകളും. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറളു അൻ. അവരെ അള്ളയും അള്ളാനെ അവരും പൊരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ അള്ള ഇങ്ങോട്ടും അള്ളാനെ അങ്ങോട്ടും പൊരുത്തപ്പെടണം. അത് പൊരുത്തപ്പെടുമ്പോഴാണ് വല്ലസിരിയിൽ പറഞ്ഞ രക്ഷപ്പെട്ട വിഭാഗത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുന്നത്. ഈ പൊരുത്തപ്പെടലിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്ത് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഏറ്റവും കാതലായ ഭാഗം നമ്മുടെ ആദർശം ഉറക്കലാണ്. ആദർശത്തെ പിടിച്ചു നിർത്താൻ സുന്നത്ത് ജമാഅത്ത് കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ്. വളരെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് തെറ്റുകൾ ഇന്ന് പറ്റിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണ് എല്ലാവരും കാര്യങ്ങൾ പറയുന്നത്, ശരി തന്നെയാണ്. പക്ഷെ ഈ ഖുർആനൊക്കെ ഓതിയോട്ടുള്ള പിഴവെന്താണ്? നിങ്ങൾ ഖുർആന്റെ പേര് പറയാതെ ആർക്കും മതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. അതൊരു ശരിയാ. ഖുർആൻ ഇങ്ങനെയാണ്, ഹദീസ് ഇങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിലേ ദീനിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂ. എന്നാൽ ഖുർആനിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. പണ്ടൊരു ആശുപത്രിയിൽ കിടക്കുന്നൊരു രോഗി. എന്തിനാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്? ചിട്ടകൾ ശരിയാവാൻ, പരിപാലനങ്ങൾ റെഡിക്ക് ആവണം. വീട്ടിലായാൽ അതൊക്കെ ചില അപാകതകളൊക്കെ വന്നേക്കും. അതിന് വിശ്രമിക്കാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ആ ലക്ഷ്യത്തിന് അഡ്മിറ്റ് ചെയ്ത ഒരു രോഗി ഒരു ദിവസം രാവിലെ 9 മണിക്ക് ഡോക്ടർ വാർഡിലേക്ക് കടന്നു വന്നപ്പോ, അങ്ങേ തലക്കെ കടന്നപ്പോ, പെട്ടെന്ന് ഇങ്ങേ അറ്റത്തുള്ള ഒരു രോഗി ചാടി എണീറ്റ് കട്ടിലിൽ കയറിയിരുന്നു. അയാൾ മരുന്നും പൊതിയെടുത്ത് ഗുളികകളെല്ലാം തെരഞ്ഞെടുത്ത് വായിലേക്കിട്ട് മരുന്നിന്റെ കുപ്പിയെടുത്ത് അങ്ങോട്ട് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അയാൾക്കൊരു സ്വഭാവം, അയാൾ കട്ടിലയിൽ ഇരുന്ന് ഇങ്ങനെ കുലുങ്ങുക. അസാധ്യമായ കുലുക്കം. എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്ക് പതിയും വിധത്തിൽ നല്ല പോലെ കുലുങ്ങു പെരും കുലുക്കം. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഇയാൾക്ക് എന്താ? ഡോക്ടറും അങ്ങോട്ട് നോക്കി. എന്താ ഇപ്പൊ ഇയാൾക്ക് പറ്റിയത്? എന്താടോ നീ ഇങ്ങനെ കുലുങ്ങുന്നത്? ഡോക്ടർ അങ്ങോട്ട്, ഒന്നും അല്ല സാറേ, ഒരു ചെറിയ തെറ്റ് പറ്റിയതാ, ക്ഷമിക്കണം, നിങ്ങൾ പോയിക്കൊള്ളിന്ന്. ഇവൻ കുലുങ്ങന്നെ. ഡോക്ടർ വിട്ടില്ല. എന്താ നിന്റെ കാര്യം? അപ്പൊ കുലുങ്ങലൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു, ചെറിയൊരു തെറ്റ് പറ്റിയതാ, ഞാൻ കൃത്യമായി മരുന്ന് കുടിച്ചിട്ടുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങളെ ചിട്ടകളെല്ലാം പാലിച്ചിട്ടുണ്ട്, പഥ്യമെല്ലാം എടുത്തിട്ടുണ്ട്, കഴിക്കരുതെന്ന് പറഞ്ഞൊന്നും കഴിച്ചിട്ടില്ല, എല്ലാം റെഡിയാണ്. പക്ഷെ ഇന്ന് ചെറിയൊരു തെറ്റ് പറ്റി. കാലത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാൻ പറഞ്ഞ മരുന്നും കുടിക്കുകയും ഞാൻ മറന്നുപോയി. നിങ്ങൾ എന്നെ പരിശോധിക്കാൻ വരുമ്പോ മരുന്ന് കുടിച്ചോന്ന് ആദ്യം ചോദിക്കുക. അപ്പൊ കളവ് പറയണല്ലോ ഇല്ലാന്ന്. നിങ്ങൾ കണ്ട ഓർമ്മയപ്പോ ഞാൻ വേഗം കുടിച്ചപ്പോ അവിടെ വീണ്ടും അവിടെ ഒരു തെറ്റ് പറ്റി. അതെന്താ? ആ കുപ്പി മരുന്ന് കുടിക്കുമ്പോ ഒന്ന് കുലുക്കിയിട്ട് കുടിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അത് കുലിക്കാൻ മറന്നിട്ട് കുടിച്ചുപോയി. കുടിച്ചിന്റെ ശേഷം ഓർമ്മയത്. അപ്പൊ കുടിച്ചു കുലുങ്ങിയതാണെന്ന് പറഞ്ഞു. കുടിച്ചിന്റെ ശേഷം കുലുങ്ങിയതാ. ഇവിടെ ഡോക്ടറെ മുമ്പിൽ ഈ രോഗിക്ക് നല്ലപോലെ ന്യായീകരിച്ചൂടെ? എന്താ ന്യായീകരിക്ക? ഞാൻ കുടിച്ചത് മരുന്നല്ലേ, രാവിലെയല്ലേ, ആശുപത്രിയിൽ നിന്നല്ലേ, കുലുങ്ങിയിട്ടില്ലേ, ഒക്കെ ഉണ്ട്. എന്നാ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആനിനെ അഇമ്മത്ത് മുജ്തഹിദീങ്ങളായ ആളുകൾ വളരെ വ്യക്തമായ ഭാഷയിൽ അതിനെ മനസ്സിലാക്കി ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച് മനഃപ്പാഠം പഠിച്ച് ആയിരക്കണക്കിന് ഖുർആനിന്റെ ആയത്തുകൾ ഈ ലക്ഷക്കണക്കായ ഹദീസുകളുമായി മാറ്റുരച്ചു നോക്കിയിട്ട് അവർ ദീനിനോട്, ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ദീനിന്റെ കാര്യങ്ങൾ ശരിക്കും ഖുർആനും ആയത്തും ഹദീസുകളും കുലുക്കിയിട്ട് കുടിച്ചു പറഞ്ഞതാ. ഇവിടെ ലോകത്ത് ഇന്ന് മനുഷ്യന്റെ വിശ്വാസങ്ങൾ തകരാറാക്കാൻ വേണ്ടി ഖുർആനിന്റെ പേരിൽ ആരൊക്കെ വന്നോ അവർ മുഴുവനും ഖുർആൻ കുടിച്ചു കുലുങ്ങുകയാണ്. ഈ കുടിച്ചു കുലുങ്ങിന്റെ പിന്നാലെ പോകരുത്. അതാ നമുക്ക് പറ്റിയ അബദ്ധം. ഖുർആൻ തന്നെയാണ് നമ്മൾ കുലുക്കി കുടിച്ചു കൊടുത്ത് നിൽക്കണം. നമ്മൾ കുടിച്ചിട്ട് കുലുങ്ങണ്ട. പലതും അങ്ങനെയാണ് ഇവിടെ നടക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഏത് കാര്യ? ഖുതുബ തിരിയണില്ലല്ലോ. ഖുതുബ തിരിയേണ്ടതാണെന്ന് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ചിട്ട് അതിന് തിരിഞ്ഞതല്ല. പിന്നെ ആള് മഹാജാമൂസായപ്പോ ഇവന് മനസ്സിലാകണില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാകണല്ലോ എന്ന് ആഗ്രഹിച്ചു. എന്നാ ഞാൻ അതിന് തെളിവുണ്ടോ എന്ന് പിന്നെ നോക്കാൻ പോയതാ. ഇത് കുടിച്ചിന്റെ ശേഷം കുലുങ്ങല്ലേ? എന്തൊക്കെ ആശയങ്ങളുണ്ടോ ലോകത്ത് മനുഷ്യന്റെ ഈമാനെ പഴപ്പിച്ചത്, ദീൻ പഴപ്പിച്ചത്, എല്ലാം അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. നമ്മൾ ചില്ലറയാ നമ്മൾ ഈമാൻ പോയത്. 14 നൂറ്റാണ്ട് ഇസ്ലാമിൽ പിന്നിട്ട് പോയപ്പോൾ നമ്മുടെ കേരളത്തിന്റെ കാര്യമെടുക്കുക. സഹാബത്തിന്റെ കാലത്ത് ദീനെത്തിയ നാടാണ് നമ്മുടെ നാട്. 5 വക്ത് നിസ്കാരം നമ്മുടെ പള്ളിയിൽ നടക്കുന്നത്. എല്ലാവരും ഒരേ സ്വഭാവത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതെല്ലാം കാര്യത്തിൽ നമുക്ക് ദീനിയായ ഐക്യമുണ്ടായിരുന്നോ ആ ഐക്യമെല്ലാം തട്ടി തകർക്കപ്പെട്ടില്ലേ സഹോദരങ്ങളെ? എല്ലാവരും നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈകെട്ടി.
ഇവിടെ മാത്രം കൈകെട്ടി ഇടത്തെ കൈയിന്റെ മണിക്കണ്ടത്ത വലത്തെ കൈ കൊണ്ട് പിടിച്ച് നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈകെട്ടിയപ്പോൾ ഇവിടെയാണ് കൈകെട്ടേണ്ടതെന്ന് ദീനുൽ ഇസ്ലാമിനെ, ഖുർആനിനെയും ഹദീസിനെയും നല്ലപോലെ കുലുക്കി കലക്കിയിട്ട് കുടിച്ചവരാണത് പറഞ്ഞത്. എന്നാൽ കുറെ ആളുകൾ പുതുതായി വന്നപ്പോൾ ഹദീസ് ഇങ്ങനെ കാണാൻ, അല്ലല്ലോ കൂട്ടരെ, നമ്മൾക്ക് പേച്ചിട്ടുണ്ട്, ഗവേഷണം പിന്നെയും തുടരുക. വേറൊരു ഹദീസിൽ മറ്റൊരു കോലത്തിൽ കണ്ടു, അല്ല പേച്ചല്ലോ, അത് നെഞ്ഞ തീർക്കലാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുറെ കൂട്ടർ ഇറുക്കി. പിന്നെയും ഗവേഷണം തുടരുകയാണ്. മറ്റൊരു ഹദീസിൽ വേറൊരു കോലത്തിൽ കണ്ടു, അല്ല നെഞ്ഞത്ത് കൊളത്തലുമല്ല, മേപ്പെട്ട് കൊളത്തലുമല്ല, നെഞ്ഞത്ത് ഇറുക്കലുമല്ല, അടിയിന്ന് താങ്ങലാണ് എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ അങ്ങനെ താങ്ങിച്ച്. പണ്ട് നിലമ്പൂർ ഒരു കാരണോല് നിസ്കരിക്കാൻ കയറിയ ഒരു പള്ളിയിൽ ഒന്നുണ്ടാക്കിയത് നിസ്കരിക്കാൻ കയറിയപ്പോ തുടരാൻ പറ്റുന്ന വല്ലവരും നിസ്കരിക്കുന്നുണ്ടോ നോക്കിയത് 5-6 തൂണിന്റെ ബേക്കിൽ ഓരോരുത്തർ നിസ്കരിക്കാൻ നോക്കുമ്പോ ആരും മൂപ്പർക്ക് പറ്റിയില്ല. എന്താ, ഒരാളെ തുണി നെര്യാണിക്ക് താഴെ, മറ്റോ തോക്കുപോലെ മൊട്ടത്തലയിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ. അയാളൊരു സാധുന്റമായിട്ടൊരു പയ കാക്കയാണ്. അങ്ങേ പുറത്തുള്ളവൻ കൊളത്തിയിരിക്കാണ്, മറ്റേ ചങ്ങാതി ഇറുക്കിയോനാണ്, അതിന്റെ അപ്പുറത്തുള്ളവൻ താങ്ങിയോനാണ്, വേറൊരു ചങ്ങാന്റെ അപ്പുറത്ത് നിസ്കരിക്കണം. ഓ പഞ്ഞി ഇതൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഗവേഷണം എന്തേ ആവോ, ഓൻ എവിടെയും കൊളത്താനുള്ള ഇറുക്കാനുള്ള ഓ അങ്ങനെ തൂങ്ങിയോനാണ്, കയ്യ എവിടെയും കെട്ടാതെ. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു, റഹ്മാനായ റബ്ബേ, ഈ ദീനാരാ ഇക്കോലത്തിലൊക്കെ ആക്കിയത്? ഇവരെല്ലാവരും കെട്ടിയത് ശരിയല്ല, തെറ്റാണ്, ഞാൻ കെട്ടുന്നതാണ് ശരിയെന്ന് ഇവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എന്താ മാർഗം എന്ന് ഇയാളിങ്ങനെ ആലോചിച്ച് ദേഷ്യം പിടിച്ചിട്ട് എല്ലാവരും കാണുന്നിടത്ത് മെഹ്റാബിക്കാണ് കയറിയിട്ട് ഉറക്കനെ നെയ്യത്ത് വെച്ചു. ഉസല്ലി ഫർളുഹുരി 40 റക്അത്തിന്റെ ഇല്ലാഹി തആല അല്ലാഹു അക്ബർ എന്നൊരു വടിയാണ് കെട്ടി. എന്താ അവിടെ കെട്ടിയാല്? ഞാൻ പറഞ്ഞു വന്നത് ഇത് എവിടുന്ന് വന്നതാ? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്ത് എന്താ നമ്മൾ മനസ്സിലാക്കിയോ? നമ്മളിൽപ്പെട്ട കുറെ ആളുകൾക്കുണ്ടൊരു സ്വഭാവം, ദീനിന്റെ പണ്ഡിതന്മാരും ഇമാമിയങ്ങളും മസ്അല പറഞ്ഞു വെച്ചിടത്ത് ഒരു മസ്അല ചോദിക്കുമ്പോൾ ഒരു സ്വഭാവം, അത് ഏത് ഹദീസിലാണ് ഉള്ളത്? ഹദീസ് ഉണ്ടോ? ഹദീസ് ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന ഒരു സ്വഭാവം. ഹദീസ് ഇല്ലേ എന്നാ പൗമ കൽബ് പോയി, വിട്ടുപോയി. ആളാരാ? ആള് സുന്നിയാണ്, ആള് ശരിക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സെക്രട്ടറിയാണ്, ബൈഅത്ത് കമ്മിറ്റിന്റെ കൺവീനറാണ്. മൂപ്പർക്ക് എന്ത് വേണം? ഹദീസ് വേണം. 7ാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചിട്ട് 12 ലക്ഷം ഹദീസുകൾ റസൂലുള്ളാഹിന്റേത് തന്നെയാണെന്ന് ഉറപ്പോടെ പഠിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, 12 ലക്ഷം ഹദീസും മനപ്പാഠം പഠിച്ചിട്ട് ഈ 12 ലക്ഷം ഹദീസിനോട് 40 കൊല്ലക്കാലം അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ അന്വേഷിച്ച് നടന്നിട്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് 12 ലക്ഷം ഹദീസ് കിട്ടുന്നത്. ഹദീസ് വേറെയും ധാരാളം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഉറപ്പില്ലാത്ത പലതുമുണ്ട്. ഉറപ്പാണെന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മാത്രം 12 ലക്ഷം കിട്ടിയിട്ട് ആ 12 ലക്ഷം ഹദീസുകളോടാണ് 6666 ആയത്തുകളെ മാറ്റുരച്ചത്. എന്നിട്ട് മഹാനവറുകൾക്ക് തിരിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ മസ്അലയിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹദീസ് ഉണ്ടോ എന്ന് ഇന്നും ചോദിക്കുന്നവൻ ഇസ്ലാമിനകത്ത് കടന്നു വന്ന പൈശാചിക ഏജന്റുമാരുടെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയനായവനല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലോകത്തുള്ള മുഴുവൻ ഹദീസിന്റെ കിതാബുകളും കൂടി എല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ 75,000 ഹദീസ് ഇന്ന് ഭൂലോകത്ത് കിട്ടാനില്ല. ഒക്കെ നിങ്ങൾ എടുത്തോ. ലോകത്ത് എത്ര ഹദീസിന്റെ കിതാബുണ്ടോ ആ ഹദീസുകളെല്ലാം കൂടി എടുത്തു വെച്ചാൽ 75,000 തികയില്ല. ഇവിടെ 12 ലക്ഷത്തോട് മാറ്റുരച്ച കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ നീ എന്തിന് ശങ്കിക്കണം? നീ എന്തിനാണ് ദീനിന്റെ മസ്അലയിൽ ഇമാമുകൾ പറഞ്ഞ കാര്യത്തിൽ സംശയിക്കേണ്ടി വന്നത്? നാം ഇമാനികമായി നമ്മുടെ കൽബ് അവിടെ ചാഞ്ചാടുന്നില്ലേ അപശബ്ദങ്ങൾ കേട്ടിട്ട്? ഇവിടെ ഇല്ലല്ലദീന ആമനു എന്നതിൽ 100% പെട്ടുപോകാൻ പ്രയാസമുണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആൻ അത് ദുരുപയോഗപ്പെടുത്തി തെറ്റായ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാവുന്ന കാലം ഇവിടെ വന്നതോടുകൂടി ഈ സമുദായത്തിന്റെ പിഴവിന്റെ ആപത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഖുർആൻ ആർക്കും കൈകാര്യം ചെയ്യാം. ഖുർആൻ കൈകാര്യം ചെയ്യുന്നിടത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ മൻ ഫസ്സറൽ ഖുർആന ബിറഈ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ഖുർആനിനെ അനധികൃതമായി കൈകാര്യം ചെയ്യോന് നരകത്തിൽ സീറ്റുറച്ചു. അത് പറയണമെങ്കിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കണ്ടേ? സാധ്യതയും സാഹചര്യവും ഉണ്ട്. അതുകൊണ്ടാ സാധ്യതയും സാഹചര്യവും ഉള്ളത് കൊണ്ടാണത് പറഞ്ഞത്. ആ സാധ്യതയും സാഹചര്യവും ഉള്ളത് കൊണ്ടത് പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളെ നാട്ടിൽ ദർസ് നടത്തുന്ന ഒരു മുസ്ലിയാരാ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ നാട്ടില് ദർസ് നടത്തുന്ന കാലത്ത് നാട്ടിൽ പോകുന്ന സമയത്ത് കുട്ടികളെ വിളിച്ചിട്ട് നല്ല നിർദ്ദേശം കൊടുക്കും. എടോ നാട്ടുകാരെ പറയിപ്പിക്കരുത്,
കുഴപ്പമുണ്ടാക്കരുത്, അടിപിടി കൂടരുത്, ബഹളം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റഡി കൊടുക്കും. പോകുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്ക് എന്ത് ഫസാദായി കുട്ടികൾ ഉണ്ടാക്കാന്നുള്ള ബേജാറോടുകൂടെ നമ്മൾ പോവാ. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറയും മാളിയമ്മൽ ചാടിയിട്ട് താഴെ നിസ്കരിക്കുന്നവനെ ശല്യം ചെയ്യരുത് എന്ന് പറയും. ഇത് പറയണമെങ്കിൽ മാളികളുടെ പള്ളിയിലാകേണ്ട ദർസ്, മാളികല്ലാത്ത പള്ളിയിൽ ദർസ് നടത്തുന്ന മൊയ്ലിയാർ കുട്ടികളോട് പറഞ്ഞാൽ ഉസ്താദിന് ഇപ്പൊ എന്താ തുടങ്ങുന്നുണ്ടോന്നല്ലേ നിങ്ങൾ ചിന്തിക്കുക അല്ലേ? ഞാൻ വരുമ്പോഴേക്ക് കുളം ചാടി കലക്കരുത് എന്ന് പറഞ്ഞാൽ പള്ളിക്കലോ ആ നാട്ടിലോ എങ്കിലും ഒരു കുളം വേണ്ടേ? കുളം തന്നെ അല്ലാത്ത നാട്ടിൽ കുളം ചാടി കലക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് വല്ല അർത്ഥമുണ്ടോ? അപ്പൊ ഖുർആൻ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കുറെ വ്യാഖ്യാനങ്ങളുടെ സാധ്യത നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് കൊണ്ടാണ്. എന്താ സാധിക്കൂല എന്ന് പറഞ്ഞ ഏതെല്ലാം തെറ്റായ ആശയങ്ങൾക്ക് ഞാൻ എടുത്തിരുന്നോ ഖുർആൻ നിങ്ങൾക്ക്? ഖുർആൻ ഓതി എന്തും പറയുന്നതിന്റെ പിന്നാലെ പോയി പോകണ്ട. സുന്നത്ത് ജമാഅത്തിന് നമുക്കിവിടെ വ്യക്തമായ വഴിയുണ്ടായിരിക്കണം. തന്റെ വിശ്വാസത്തെ പിടിച്ചു നിർത്തണം. ഹക്കായ മാർഗം നാലാലൊരു മദ്ഹബിലൂടെ പോയെങ്കിലല്ലാതെ സ്വർഗം കണി കാണാൻ കഴിയുമെന്നാരും വിചാരിക്കേണ്ട. വളരെ വ്യക്തമാണ് അക്കാര്യം. സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇൻഷാ അല്ലാഹ് പരിമിതമായ ടൈമിനുള്ളിൽ അതിന്റെ ചെറിയൊരു രൂപം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരക്കുന്നു. ആയത്തും ഹദീസും ചോദിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിൽ. നിങ്ങൾക്ക് കേൾക്കണോ? സുന്നത്ത് ജമാഅത്തിൽ കാത് മുളച്ചിട്ട് ഇന്നേ വരെ ആരും പറയാത്ത ആശയം ഖുർആൻ ഞാൻ പറഞ്ഞുതരാം. 4 പെണ്ണ് കെട്ടൽ വലിയ വിവാദമായിരുന്നു. ഇസ്ലാമിന്റെ ബഹുഭാര്യത്വം മോശമായി എന്ന് പറഞ്ഞിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കി ശരീഅത്ത് സമ്മേളനം നടത്തിയില്ലേ? അള്ളാന്റെ റസൂൽ സ്ത്രീലംബടനാണെന്ന് ഇടമുറുക് പറഞ്ഞു. ശരീഅത്ത് കോലാഹലം നടക്കുന്ന കാലത്ത് റസൂലുള്ള 9 പെണ്ണ് കെട്ടിയതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ താൽക്കാലികമായ വിഭാഗീയതകളൊക്കെ മറന്നുകൊണ്ട് സമ്മേളനം നടത്തിയിട്ട് ഭൗതികവാദികൾക്ക് മറുപടി പറഞ്ഞില്ലേ സഹോദരങ്ങളെ? റസൂലുള്ളാന്റെ 9 കല്യാണം ബഹുഭാര്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ? ഞാൻ അതിനെ ചോദ്യം ചെയ്യാ. ഖുർആൻ കൊണ്ട് ആ പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. എനിക്ക് പറയാൻ പറ്റും. അള്ളാന്റെ റസൂല് പറഞ്ഞതനുസരിച്ച് ഖുർആൻ പറഞ്ഞതനുസരിച്ച് 9 പെണ്ണ് കെട്ടണം, 4 അല്ല. ഞാൻ ഉദാഹരണത്തിന് പറയാം. 9 പെണ്ണ് കെട്ടണം. എവിടെ ഖുർആനിലുണ്ട്? എങ്ങനെയുണ്ട്? അള്ളാന്റെ റസൂൽ 9 പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ പറ്റൂലല്ലോ. കുല്ലിൻ കുന്തും തൊയ്ബൂനല്ലാഹ് ഫത്തബിഊനി, അള്ളാഹിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇന്നോട് പിൻപറ്റിക്കോളി എന്നല്ലേ ഖുർആനിൽ പറഞ്ഞ് എല്ലാവരും കെട്ടണം 9 പെണ്ണം. പിന്നെ ഇന്നത്തെ ജനങ്ങളെ കാനേശുമാരി നോക്കിയാൽ എങ്ങനെയാ? ആണുങ്ങളെ 4 ഇരട്ടി പെണ്ണുങ്ങളാ. 1,00,000 ജനങ്ങളെ കണക്കെടുത്താൽ 20,000 ആണുങ്ങളും 80,000 പെണ്ണുങ്ങളും എന്നാണ് അതിന്റെ കണക്ക്. അപ്പൊ ഇവിടെ ഓരോരുത്തരും ഓരോ പെണ്ണ് മാത്രം കെട്ടിയ 60,000 പെണ്ണുങ്ങൾ ബാക്കിയല്ലേ ഇറ്റങ്ങൾ എന്താ കാട്ടുക? അപ്പൊ നിങ്ങൾ പറയുമോ എല്ലാവർക്കും 4 കെട്ടിയ സംഗതി കണക്ക് ഫിറ്റായല്ലോ, അതിനിവിടെ പറ്റുമോ? ഇന്നെ പോലത്തെ ഈ ഈർക്കിളി മാർക്കിനൊക്കെ ഇനി ഒരു അരപ്പെണ്ണ് കേട്ടാ എനിക്ക് കഴിയൂല. ഇന്നൊക്കെ ഒന്നുമേ തന്നെ നിർത്താം. ഈ കുട്ടിയാജിനെ പോലത്തെവർക്കൊക്കെ ഒരു 3 4 ആണ് വെച്ചു കൊടുക്കുക. ആവതുള്ളവന് നോക്കിയിട്ട് 5ാമത്തത് വേണ്ടവന് അത്, 6ാമത്തത് വേണ്ടവന് അത്, 8ാമത്തത് വേണ്ടവന് അത്, 9 വരെ പോകാ. റസൂലുള്ള കെട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഞാൻ ആയത്തോതി റസൂലുള്ളാന്റെ ജീവിതം കൊണ്ട് തെളിവെടുത്ത് പറഞ്ഞാൽ എന്റെ ഒരു ദിവസത്തെ പ്രസംഗം മുതലായി റെഡിയായി. ആൾക്കാരൊക്കെ ഒന്ന് അങ്കലാപ്പിലാവും. എന്നാ പിറ്റേന്ന് വരും ശരീഅത്ത് സമ്മേളനം. എല്ലാവരും ഐക്യമുന്നണി ഉണ്ടാക്കിയിട്ട് പറയൂ, എടാ നിലമ്പൂരി കാട്ടുന്ന് ഫോറസ്റ്റ് ഒരു ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട്. ഓന് അടിയും മുടിയും ഒക്കെ നരച്ചിട്ടില്ല, ചെറുപ്പക്കാരനാണ്, ഖുർആൻ പഠിച്ചിട്ടില്ല, ഖുർആനിൽ വേറൊരായത്തുണ്ട് കേട്ടോ, നീ അത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞ ബഹുഭാര്യത്വത്തിന്റെ ആയത്ത് എനിക്കെതിരിൽ ഓതും. അതേതാ? ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫിൽ യതാമ ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ. ബഹുഭാര്യത്വത്തെ കുറിച്ച് നമ്മളോട് അള്ള പറഞ്ഞത് അങ്ങനെയാണ്. ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ, നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിച്ചോ. മസ്നാ 2 വസുലാസ 3 വറുബാ 4 കഴിച്ചോ. സ്റ്റോപ്പാക്കി. അള്ള അവിടെ 4 നിർത്തി. അപ്പൊ റസൂലുള്ള കെട്ടിയത് പ്രത്യേക ആനുകൂല്യമാണ്. നമ്മളോട് പറഞ്ഞത് 4 നിർത്താനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി പറയും. എന്നാ ഞാൻ തോൽക്കോ? ഇല്ല, ഞാൻ തോൽക്കൂല. ഞാൻ പിറ്റേന്ന് അവിടെ തന്നെ വരും. അവിടെ തന്നെ സ്റ്റേജ് കെട്ടിയിട്ട് അതേ മൈക്ക വാടക കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഈ തലി കെട്ടുകാർക്കൊക്കെ തെറ്റുപറ്റിക്കണം, ആയത്തിന് അർത്ഥം അങ്ങനെയല്ല എന്ന് പറയും. എന്നിട്ട് ശരിയായ അർത്ഥം ഞാൻ വെക്കും. എങ്ങനെ ശരിയായ അർത്ഥം? എങ്ങനെ അവര് വെച്ചത്? ഫങ്കിഹു, നിങ്ങൾ കെട്ടിക്കോ, മാതാബലക്കും മിനൻ നിസാഇ, നിങ്ങൾക്ക് നല്ലതായി തോന്നിയ പെണ്ണുങ്ങളെ, മനസ്സിനിണങ്ങിയ പെണ്ണുങ്ങളെ. മസ്നാ 2 വസുലാസ 3 ഉറുബാ 4. അവിടെ നിർത്തിയില്ലേ? എവിടുന്ന അർത്ഥം കിട്ടി? ഇനി ഞാൻ പറഞ്ഞുതരാം വ്യക്തമായ അർത്ഥം. അങ്ങനെയല്ല. ഫങ്കിഹു, നിങ്ങൾ കെട്ടിക്കോ, മസ്നാ 2 വസുലാസ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഗ്രാമറും പറയും. വാവോണ്ട ഉസ്താമാർ ദൗത്യങ്ങൾ ചോദിച്ചു നോക്കി. 2 എങ്ങനെ അവിടെ ഇട്ട? 2 നട്ട അല്ലേ? 2 അല്ലെങ്കിൽ 3 എന്ന് കിട്ടണമെങ്കിലേ മസ്ന ഔ സുലാസ ഔ റുബാ പറയണമെന്ന് ഞാൻ വാദിക്കും. എന്നിട്ട് അവിടെ അങ്ങനെയല്ല, ഇത് കൂട്ടണം എന്ന് അതിനർത്ഥം വാവുകൊണ്ട് പറഞ്ഞ മസ്ന 2 വസുലാസ 3. 2 3 എത്ര?
5, വറുബാ 4, 5 4 എത്ര? 9. റസൂലുള്ള കെട്ടിയതും അതല്ലേ? ആയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കാട്ടുക? നിങ്ങൾ എന്താ കാട്ടുക? സംഗതി വേച്ചല്ലോ, എന്നാ കെട്ടന്നെ. ഒരുങ്ങിക്കോളി. നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി നിങ്ങൾക്ക് കാണണോ ഞാൻ ആ ആയത്തുകൊണ്ട് 30 പെണ്ണ് ഇട്ടിച്ചേരാം. 9 എന്താ 9? റസൂലുള്ളാഹിക്ക് 9 കഴിഞ്ഞുള്ളൂ. അവണ്ട 30 കേട്ടാ. ഇനി കേട്ടോങ്ങൾ അർത്ഥം. ഫംഗിഹുമാ താബലക്കും മിനൻ നിസായി, നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ പെണ്ണുങ്ങളെ നിങ്ങൾ കെട്ടിക്കോ. മസിന, മറ്റൊരർത്ഥം ഈ 2 അല്ലേ? സ്വലാത്തുൽ ലൈലി മസിന മസിന ഖാല റസൂലുള്ളാഹി, രാത്രിയിൽ നടത്തുന്ന സുന്നത്ത് നിസ്കാരം ഈ 2 റകഅത്തായി നിസ്കരിക്കണം എന്നാ. ഈ 2 മസിന, ഈ 2 എത്ര? ഈ 2 ഒരു 2 2 ഈ 2 4. മസിന എന്ന് പറഞ്ഞപ്പോ തന്നെ 2 ആയി. സുലാസ മുമ്മൂന്ന് എത്ര? 9. 9 4 13. വറുബാ നന്നാലും 4 4 16, 16 13 29. ഒന്ന് നടാടമ്മയും ബാപ്പിയും കെട്ടിച്ചെന്നു, 30 ആയില്ലേ? ഇത് പരിശുദ്ധ ഖുർആന് ഭാഷാപരമായി അർത്ഥത്തിന് എന്താ തെറ്റ്? ഞാനിത് പറയുമ്പോ നിങ്ങൾക്കൊരു കടമയുണ്ട്. എന്താ കടമ? ഈ ആയത്ത് ഖുർആനിൽ ഇന്നലെ ഇറങ്ങിയതല്ല. 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി തങ്ങള് അറേബ്യൻ മണൽത്തരികളെ മുഴുവനും കേൾപ്പിച്ചുകൊണ്ട് അവിടെ ഓതിയതാണ്. അക്കാലം മുതൽ ഇക്കാലം വരെ ഓതിയ മുഅ്മിനീങ്ങൾ ഈ ആയത്തിന് ഓതിയിട്ട് 4 എണ്ണം കെട്ടാനോ 9 എണ്ണം കെട്ടാനോ 30 എണ്ണം കെട്ടാനോ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കണ്ടേ? അത് നോക്കിയിട്ട് അവര് പറഞ്ഞോടത്ത് നിങ്ങൾ നിൽക്കുകയും എന്നെ കല്ലെടുത്തെറിയുകയും വേണം സഹോദരങ്ങളെ. ഇവിടെ അപ്പുറത്തേക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഖുർആനിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് കുലുങ്ങല. ഇതാ കുലുക്കി കുടിച്ചോട്ട് നിൽക്കണ്ടേ? ഇവിടെയാ നമുക്ക് ഈമാൻ പോയത്. ഖുർആനിൽ എന്തിനാ തെളിവില്ലാത്തത്? നിങ്ങൾക്കറിയോ? ചക്ക തിന്നാൻ തെളിവുണ്ടോ ചോദിച്ചൊരാള് ഖുർആനിൽ. അല്ല മാപ്പളെ, ചക്ക തിന്നാൻ നിങ്ങളെ ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. എന്താ തെളിവ്? ആയത്താണ്ട് ഓതി. എന്താ അർത്ഥം? ചക്ക തിന്നോളി. അതെങ്ങനെ അർത്ഥം കിട്ടി? അർത്ഥം വെച്ച് നോക്കാം. ബാത്തിനുഹു, ഉള്ളിലുള്ളത് ഫീഹി റഹ്മത്തു, നല്ല അനുഗ്രഹമാണ്. ലാഹിറുഹു, പുറഭാഗം കണ്ടാൽ മീൻ കിബരിയിൽ അദാബ്, അടുക്കാൻ പറ്റൂല, ശിക്ഷയാണ്, സൂചി പോലത്തെ മുള്ളാണ്. ചക്കന്നല്ലേ? ഉള്ളിൽ നല്ല മധുരമുള്ള ചൊള, പുറത്ത് നല്ല സൂചി പോലത്തെ മുള്ളു, ചക്ക. മൂപ്പര് വിട്ടില്ല. എന്നാ പിന്നെ മൂരിയർച്ചി തിന്നാൻ തെളിവുണ്ടോ എന്നാ പിന്നത്തെ ചോദ്യം. വൽമൂരിയാതി ഖദ്ഹ, മൂരിയർച്ചി തിന്നാനും തെളിവായി, മൂരിയർച്ചിക്കും തെളിവായി. അപ്പൊ റാക്ക് കുടിക്കാൻ തെളിവുണ്ടോ എന്നാ വക്കീലമൻ റാക്ക് ഉണ്ടല്ലോ, റാക്കിനും തെളിവായി. തീറ്റയും കൂടിയൊക്കെ വിട്ടിട്ട് കാരണോല് പിന്നെയും ചോദിച്ചു, എന്നാ അതൊക്കെ അവിടെ നിൽക്കട്ടെ കാരണോലെ. റസൂലുള്ളാന്റെ കാലത്ത് എല്ലാവരും കുതിരപ്പുറത്തും കൈതപ്പുറത്തും ഒക്കെ അല്ലേ പോയത്. ഇപ്പൊ നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ ബസ് കയറി പോകണം, അതിന് തെളിവുണ്ടോന്നാ? പിന്നീട് ബസ്സത്തിൽ ജിബാലു ബസ്സാന്നിച്ച് കേട്ടിട്ടില്ലേ? അപ്പൊ ബസ് കയറാനും തെളിവാ. അത് പ്രൈവറ്റ് ബസ്സല്ലേ, ഈ കയ്യാട്ടിയാ നിർത്താത്ത ആന ബസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, KSRTC. ആയി കയറാൻ തെളിവുണ്ടോ ചോദിച്ചു. അതിന്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് വക്കാനത്ത് അബാ മുമ്പസ്സാന്നല്ലേ, എല്ലാ ബസ്സിനും ഓവർടേക്ക് ചെയ്ത് മുന്നിൽ പോണ ബസ്സിലും കയറിക്കോന്നാ. ഇപ്പൊ പറഞ്ഞ ഖുർആൻ കൊണ്ട് ഒരാൾക്ക് കോപ്പറേറ്റ് കളിക്കാനും പറ്റും. ഈ വക സാഹചര്യങ്ങളൊക്കെ മുമ്പിലുള്ളത് കൊണ്ടാണ് അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞത്? മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ ഖാല റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആനിനെ അവനവൻ കാണുന്ന ആശയങ്ങൾക്ക് വേണ്ടി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ ദീൻ അങ്ങനെ ആയിരിക്കണമെന്ന് ആരെങ്കിലും മോഹിച്ചതുകൊണ്ട് അതിനുവേണ്ടി ഖുർആനിനെ വളച്ചൊടിച്ചാൽ നരകത്തിൽ അവന് സീറ്റുറച്ചുപോയി. കാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ ചിന്തിക്കണം. ഓരോ സമുദായത്തിനും അമ്പിയാക്കന്മാരെ നേർക്ക് നേരെ അയച്ചു കൊടുത്തിട്ടല്ലേ ഹിദായത്താക്കിയത് മുൻകാലക്കാരെ. നമുക്കെന്തേ ഇങ്ങനെ പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിൽ ദീനിനു വേണ്ടി പ്രവർത്തിക്കേണ്ടി വന്നു? ഞാൻ പലപ്പോഴും മുമ്പൊക്കെ ഓർത്തുപോകാറുണ്ട്, പടച്ചോനെ ഞങ്ങൾക്കും മറ്റേതായിരുന്നില്ലേ സൗകര്യം? അമ്പിയാക്കന്മാരിങ്ങനെ വരിക, എന്നിട്ട് സത്യത്തിന്റെ വഴി ഏതാന്ന് തിരിച്ചറിയാതെ ആവുമ്പോൾ ഒരു നബിന് വരിക. നമ്മളോടൊരു ക്രൂരതയായല്ലോ, നബിമാരുടെ യുഗം അവസാനിച്ചു പോയെന്ന് ഞാൻ ഓർത്തുപോയിരുന്നു മുമ്പൊക്കെ. ചോദിക്കുന്ന മുഅ്ജിസത്ത് തെളിവ്. സാലിഹ് നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചില്ലേ, നിങ്ങൾ നബിയാണോ? ആണ്. എന്താ തെളിവ്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഈ പാറന്റെ ഉള്ളുന്നൊരു ഒട്ടകണ് വരട്ടെ. ശരി, അതാ വരണ്ടത്. ഒരു പ്രയാസമല്ല, ഒറ്റ അടിക്ക് ഒട്ടകം വന്നു. ഈ ജാതി ആവശ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചത് ഇങ്ങനെ തരുന്ന അമ്പിയാക്കന്മാർ ഇപ്പോഴും വന്നിന്. നമുക്ക് അതല്ലേ നാട്ടിൽ അങ്ങനെ ഒരു നബി വന്നിനെങ്കിൽ എനിക്കുണ്ടേന്ന് കുറച്ച് പറയാന്.
ആ നബിനോട് ആവശ്യപ്പെടേണ്ട മുജിസത്തെ. മനസ്സിലായോ? ഒരൊറ്റ വിദേഹത്തുകാരൻ ഇവിടെ നിൽക്കാനയക്കാത്ത വിധത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇന്നെങ്ങാനും അങ്ങനെ ഒരു നബി വന്നുപോയാൽ ഒരുപാട് തലയെക്കെട്ടിവിടുന്ന് തെറിച്ചു പോകൂലേ, കുറെ താടികൾ നുള്ളിപ്പറിക്കാനുണ്ടാവൂലേ? അങ്ങനെയായിരുന്നു. പക്ഷേ അള്ളാഹു തആല ഈ സമുദായത്തിനെയാണ് അമ്പിയാക്കന്മാർ നേരിട്ട് വന്നിട്ട് നന്നാക്കിയവരെക്കാൾ വർണ്ണിച്ചത്. ഈ സമുദായത്തിന് ഫസ്റ്റ് റാങ്ക് തന്നത് അത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ലോകത്ത് വന്ന ഏറ്റവും നല്ലവർ നിങ്ങളാണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ആദം നബി അലൈഹി സ്വലാമിന്റെ ജനതയേക്കാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജനതയേക്കാൾ ഇബ്രാഹിം നബി മുന്തിയ തന്നെ, പക്ഷെ ആ നബിന്റെ ജനതയേക്കാൾ മുന്തിയത് ഈ ജനതയാണ്. എന്താണ് ഈ നന്മക്ക് കാരണം എന്നറിയോ? അത് അവിടെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബാക്കിയിൽ പറഞ്ഞത് അതാ, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. ദീനിൽ നല്ലതായി ഉള്ള കാര്യമുണ്ടോ മുഖം നോക്കാതെ പറയുന്ന സ്വഭാവമാണ് നിങ്ങളത്. തൻഹൗന അനിൽ മുൻകർ, തെറ്റായ കാര്യമുണ്ടോ, ഒരു സൗകര്യം നഷ്ടപ്പെടും എന്നതിന്റെ പേരിൽ മൂടി വെക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും അതിന് കൂട്ടാക്കാത്തവരും നിങ്ങളിലുണ്ട്. അതുകൊണ്ട് ഒരു അമ്പിയാക്കന്മാര് വന്നാൽ എടുക്കേണ്ട പണിയെടുക്കണവർ ഇവിടെ ഉണ്ട് എന്നാ. അപ്പൊ ഒരു നബിക്ക് ഇവിടെ ചാൻസ് ഇല്ല എന്നർത്ഥം. മനസ്സിലായോ? ഒരു നബി വരാൻ ഉള്ള ചാൻസ് ഗ്യാപ്പ് അടച്ച ഉമ്മത്താണ്. ഒരു നബി ഇപ്പൊ വന്നാ എന്താ ഇപ്പൊ കാട്ടാനുള്ളതാ? നബിക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മളിങ്ങനെ ആശയത്തിൽ അങ്കലാപ്പിലായി. അറബിയിലാ കുത്തുബോധുണ്ട്, മലയാളത്തിലാ കുത്തുബോധുണ്ട്. ഇത് തീർച്ചയാന്നല്ലേ നബി വരുന്നത്? ഈ നബി വന്നിട്ട് അറബി തന്നെ ഖുത്ബ എന്ന് പറയേ, അതിന് വാദപ്രതിവാദത്തിന് നമ്മൾ റെഡി അല്ലേ? അത് പറയാൻ നബി വരണോ? ഏതാശയം പറയാനാണ് നബി വരേണ്ടത്? ആ ആശയങ്ങളൊക്കെ സമർത്ഥിക്കാൻ ഇവിടെ എന്താകുന്നു? വാദപ്രതിവാദവും വെല്ലുവിളികളും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതിന്റെ കാസറ്റുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമല്ലോ. അപ്പൊ പ്രവാചകന്റെ ഗേപ്പടച്ച ഉമ്മത്ത്, ഈ ഉമ്മത്തിന്റെ പ്രവർത്തനം കാരണം ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ മറ്റൊരു പ്രവാചകന് പ്രവർത്തിക്കാൻ അവസരമില്ല. അങ്ങനത്തെ ഈ സമുദായത്തിലാണ് തെറ്റുപറ്റി എന്ന് പറഞ്ഞത്. ഇത് ചില്ലറ കാര്യമല്ല. തെറ്റുപറ്റിയിട്ടില്ല, ആദർശത്തിൽ തെറ്റുപറ്റിയിട്ടില്ല, ഉറപ്പന്നെ. പക്ഷെ ആദർശത്തിന്റെ പവിത്രത ജീവിതത്തിൽ പകർത്തേണ്ടവർ നമ്മളാണ്. അവിടെ നമുക്കൊരുപാട് പറയാനുണ്ട്. സുന്നികളെന്ന് പറയുന്ന എന്നോടും നിങ്ങളോടുമൊക്കെ നമുക്ക് കുറെ കാര്യം പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റു വിഷയമാണ്. ഞാൻ അവിടെ അല്ലല്ലോ പറയുന്നത്. നമ്മുടെ വിഷയം നമ്മുടെ ആദർശമാണ്. ആദർശത്തിൽ നിന്ന് വഴുതിയവരായി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വ്യക്തമായി ആലോചിച്ചു നോക്കൂ. 73 വിഭാഗം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്നും 72 നരകത്തിലാണെന്നും അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു, പേച്ചു പോകുമെന്ന് പറഞ്ഞ 72 ഒറ്റൊന്നിനെയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇവിടെ സൃഷ്ടിക്കുന്നില്ല. ഉറപ്പാണ് കാര്യം. സാധ്യമേ അല്ല. പേച്ചു പോകാനുള്ള 72 ഒന്നും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഉണ്ടാകണം. 72 ഒന്നും അത് ഉണ്ടാവുന്നില്ല. ആ ഹദീസ് എല്ലാവരും അംഗീകരിച്ച. ഞാൻ അടുത്ത കാലത്ത് ഒരാളിൽ നിന്ന് മാത്രമാണ് ആ ഹദീസിനെ കുറിച്ച് സംശയം കേട്ടത്. ഞാൻ ജോലി ചെയ്തിരുന്ന നാട്ടിലുള്ള ഒരാളാണ്. പിന്നെ ബിദഈ പ്രസ്ഥാനത്തിന്റെ ആ പ്രദേശത്തൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു മൗലവിയാണ്. അദ്ദേഹം കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഏതായാലും അദ്ദേഹം സുന്നിക്ക് വന്നിട്ടുണ്ട്. മുള്ളുമെന്ന് കഴിച്ച് മുരുക്കുമ്പോ കെട്ടി എന്ന് പറഞ്ഞ മാതിരി ആണെങ്കിലും ആളിപ്പോ നൂരിശാ ത്വരീഖത്തിന്റെ ഓർഗനൈസറാ. എന്തോ ആവട്ടെ, മൂപ്പര് എപ്പോഴും അവിടെ വെച്ച് എന്നോട് ഇങ്ങനെ ആശയവിനിമയം നടത്തും. അവരെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ഇന്റെ റൂമിൽ ഒന്ന് ചാവടിക്കാൻ വരും. അങ്ങനെ എപ്പോഴും കുളത്തല. ഈ കുളത്തിൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അല്ല ഉസ്താദ് എനിക്കൊരു സംശയമുണ്ട്, ഈ 73 വിഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞ ഹദീസിനെ പറ്റി എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അള്ളാഹ് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓ, എത്ര ധൈര്യത്തിൽ അറിയോ? അള്ളാഹ് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ അബൂദാവൂദ് തുർമദിയൊക്കെ റിവായത്ത് ചെയ്ത ഹദീസാണല്ലോ അത്. ആ ഹദീസിനെ ഹദീസ് ചെക്ക് ചെയ്ത് കൊടുത്ത് അവർക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാ മൂപ്പര് പറയണത്. അങ്ങനൊരു ഹദീസ് പറഞ്ഞിട്ടില്ല. അവരൊക്കെ നമ്മളെക്കാൾ വലിയ മഹാന്മാരാണല്ലോ, ഹദീസ് ചെക്കപ്പിൽ വളരെ ഉഷാറുള്ള ആൾക്കാരാണല്ലോ. അവരങ്ങനെ തെറ്റുപറ്റി നമ്മൾ പറയാവോ? അല്ല, അവർ ചെക്കപ്പിൽ തകരാറൊന്നുമില്ല, റെഡിയാണെന്ന് ഉറപ്പ് പറയുന്ന പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ആ ഹദീസ് പറഞ്ഞു എന്നുള്ളതിനർത്ഥം അങ്ങനെ തെളിയാണെങ്കിൽ അത് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് അല്പം കണ്ടീഷൻ കുറവുണ്ട് എന്ന് പറഞ്ഞു. വാക്ക് അങ്ങനെയാണ്, റസൂലുള്ളാഹിക്ക് കണ്ടീഷൻ കുറവോടെ പറഞ്ഞാണെന്ന. പക്ഷെ അത് അയാൾ ഉദ്ദേശിച്ച മസ്അല പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരമുള്ള മസ്അല. അതെന്താ? ഹദീസുകളിൽ എണ്ണങ്ങൾ പറയുമ്പോൾ കൃത്യത ഉദ്ദേശമില്ല എന്നർത്ഥം. അതതിന് മഫ്ഹൂമില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ പെരുപ്പിക്കലേ ഉദ്ദേശമുള്ളൂ, എണ്ണത്തിൽ കൃത്യത ഉദ്ദേശമില്ല. അങ്ങനെ ഹദീസിൽ കുറെ സ്ഥലങ്ങളുണ്ട്. 70,000 കൊല്ലം എന്ന് പറഞ്ഞാൽ കുറെ ധാരാളം എന്നാണ്. ആ 70,000ന്റെ കൃത്യ ഉദ്ദേശം ഉണ്ടാവണമെന്നില്ല. ആദ്യം സാധാരണയിലധികം എന്നാണ് അതിനർത്ഥം. ഇപ്പൊ നേരത്തെ ഞാൻ ഓതിയ ഹദീസും അങ്ങനെ തന്നെ. 70 ചില്ലാന ശാഖകളുണ്ട് ഈമാൻ എന്നാ. അവിടെ ഉദ്ദേശം ധാരാളം എന്നാണ്. 70 ചില്ലറല്ലേ എണ്ണി വയാ ഞാൻ അതാ പറഞ്ഞ 600 അപ്പുറം പോകും പറഞ്ഞു. അപ്പൊ ധാരാളം എന്നാണ്.
ഈ ധാരാളം എന്ന ഉദ്ദേശമേ ഉള്ളൂ റസൂലുള്ളാഹിക്ക് എന്നാണ്. എന്താ ഇയാൾ പറയാൻ കാരണോ? ഞാൻ എണ്ണി നോക്കുമ്പോ 140 ഇപ്പൊ തന്നെ ഉണ്ട് എന്നാ ഇതാ ഇയാൾ പറയുന്നത്. 140 ആളുകൾ ഇപ്പൊ തന്നെ ഇസ്ലാമിൽ പിഴച്ച വിഭാഗങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്താക്കുന്നത്. അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ടീഷൻ കുറവോടെ പറഞ്ഞാന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തർക്കിച്ചു. ഞാൻ പറഞ്ഞു 140 ഇല്ല, 40 ആയിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, അവസാനം ഞങ്ങൾ എണ്ണാന്ന് വെച്ചു. എണ്ണാന്ന് വെച്ച സമയത്ത് ആദ്യം പിന്നെ എല്ലായിടത്തും സുന്നിക്കാളും 1-ാം നമ്പറത്തെ നറുക്ക്. ആദ്യം തന്നെ സുന്നി എണ്ണി വെക്കുമ്പോ 6 സുന്നിയാ. സുബ്ഹാനല്ലാഹ്, 6 സൈസ് സുന്നി. ഞാൻ അതിന്റെ അഡ്രസ്സും മേൽവിലാസവും ഇംഗ്ലീഷ് ഒന്നും ഇവിടെ പറയില്ല. 6 സൈസ് സുന്നിനെ എണ്ണിയപ്പോ ഞാൻ പറഞ്ഞതൊക്കെ സുന്നി ഞങ്ങൾ 1 എണ്ണിയാൽ മതി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല. കുറച്ച് തോനെ എണ്ണാനുണ്ടല്ലോ, കിടക്കട്ടെ. 6 എണ്ണം സുന്നി കൂട്ടിയാലും എണ്ണം പൂർത്തിയാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് 6 എണ്ണം ഞാൻ സമ്മതിച്ചു. അതിനങ്ങനെ കുറയാണ്ട് എണ്ണി. അഹ്ലുൽ ഹദീസ് ബഹായിസ് എന്ന് പറഞ്ഞ ഒരുപാട് പേരുകളാണ്ട് എണ്ണി. ഒരു വടക്കേ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ട്, തെക്കേ മലബാറിൽ ഇങ്ങനെ ഉണ്ട്, വടക്കേ മലബാറിൽ അങ്ങനെ ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പഞ്ചാബിൽ അങ്ങനെ ഒന്നുണ്ട്, പാകിസ്ഥാനിൽ ഇങ്ങനെ ഒന്നുണ്ട്, ലോകത്തിന്റെ യൂറോപ്യൻ നാടുകളിൽ അങ്ങനെ ഒന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണി. 24, 25 എണ്ണി. പിന്നെ മൂപ്പർക്ക് എണ്ണാൻ കിട്ടുന്നില്ല. മൂപ്പര് എണ്ണണ പിന്നെന്താ പറയാ, കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചിട്ട് നായര്, നമ്പൂരി, പാണൻ, പറയര്, ആശാരി, പെരുങ്കൊല്ലൻ. ഇപ്പോഴാ സോക്കട് മനസ്സിലായത്. സുബ്ഹാനല്ലാഹ്, അത് കൂട്ടിക്കൂടാ. പിന്നെ ഈ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ എന്താ നിങ്ങള്, ബനു ഇസ്രായേൽ 72 ഭിന്നിച്ചിരിക്കുന്നു. ഇഞ്ചീലും തൗറാത്തും തെറ്റായി വ്യാഖ്യാനിച്ചതിന്റെ ഫലമായിരുന്നു അത്. അവർ 72 കുല്ലുഹും ഫിന്നാർ, ഒക്കെ നരകക്കാരാ. എന്റെ സമുദായം സതഫ്തരിക്കും ഉമ്മത്തി അലാ 73 വിഭാഗമായി എന്റെ ഉമ്മത്ത് തിരിയും എന്ന് പറഞ്ഞത് ബനു ഇസ്രായേലികൾ ഇഞ്ചീലും തൗറാത്തും വ്യാഖ്യാനം ചെയ്തിട്ട് ഭിന്നിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിനെ നേരായ മാർഗത്തിലല്ലാതെ മനസ്സിലാക്കിയതുകൊണ്ട് 73 വിഭാഗം എന്റെ സമുദായത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. ഇഞ്ചീലും തൗറാത്തും തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് അവർ ഭിന്നിച്ചതുപോലെ ഖുർആനിനെ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് എന്റെ സമുദായം ഭിന്നിക്കും. അതിൽ 72 തെറ്റ്, 1 മാത്രം ശരി. ഞാൻ പറഞ്ഞത് പറഞ്ഞു വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പിഴച്ചു പോകാനുള്ള ഖുർആൻ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടുണ്ടാകുന്ന 72 വിഭാഗങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് ഒരിക്കലും ലോകത്തുണ്ടാകാൻ പോകുന്നില്ല. അതിന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അള്ളാന്റെ റസൂല് 3 നൂറ്റാണ്ട് കാലം വരെ ജീവിച്ച ജനങ്ങൾക്ക് ലോകത്തിന്റെ മുമ്പിൽ അംഗീകാര സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ എപ്പോഴും വാതിൽ കേട്ടാണല്ലോ അത്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. 1-ാമത്തെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല വിഭാഗം. 2-ാം നൂറ്റാണ്ട് ഹിജ്റ 200 വരെ ജീവിച്ചവർ സെക്കൻഡ് ഗ്രേഡുകാരാണ്. ഹിജ്റ 300 വരെ ജീവിച്ചവർ തേർഡ് ഗ്രേഡുകാരാണ്. ആ 300 വരെ ജീവിച്ച വിഭാഗത്തിന്റെ പേരാണ് സലഫു സ്വാലിഹീങ്ങളെന്ന്. സലഫു സാലിഹീങ്ങളെന്ന് പറഞ്ഞാൽ ഹിജ്റ 300 വരെ ജീവിച്ച മുഅ്മിനീങ്ങളാണ്. അതുവരെ ജീവിച്ചവരെല്ലാം ഇസ്ലാമിൽ അംഗീകാരമുള്ളവരാണ്. എല്ലാ വിഭാഗക്കാരും ആ 300 വരെ ജീവിച്ച മുഅ്മിനീങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. മൗലിദിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 300-ാം കൊല്ലം വരെ ജീവിച്ചവർ മൗലിദ് ഓതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മളോട്. അതിന്റെ അർത്ഥം എന്താ? ആ യുഗം വരെ ജീവിച്ചതിനെ അംഗീകരിച്ചു എന്നാണ്, അല്ലേ? സലഫികൾ എന്ന പേര് തോളിലിട്ടിട്ട് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. അത് ഈ 300 വരെ ജീവിച്ചവരെ അംഗീകരിച്ചതിന്റെ തെളിവാണത്. പക്ഷെ അത് നിങ്ങൾ ആ പേരുമ്പോ നോക്കണ്ട കേട്ടോ. ഒരു പട്ടി ഇങ്ങനെ പോണ സമയത്ത് ഏതോ ഒരു പിരാന്തം കുട്ടി ഒരു ആർട്ട് ബോർഡ് എടുത്തുകൊണ്ടാവും ആട് എന്ന് എഴുതി. ആട് എന്ന് ബോർഡ് എഴുതിയിട്ട് ഇതിന്റെ കൗത്തിൽ കൊണ്ടുപോയി തൂക്കിയിട്ടാൽ, എന്നിട്ട് ഇതിങ്ങനെ പോണ സമയത്ത് ആട് എന്ന് ബോർഡ് കണ്ടുകൊണ്ട് അതിനെ കാരണം ആരെങ്കിലും പാലുടിച്ചാൽ ഒന്ന് പട്ടിപ്പാൽ കുടിക്കാം, അല്ലേ? അതത്രേ ഉള്ളൂ. ആ പേര് തോളിട്ടവൻ. അതേസമയം ഹിജ്റ 300 വരെ ജീവിച്ച മുസ്ലിംകൾക്ക് അംഗീകാരം റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷാഫിയും ഹനഫിയും ഹംബലിയും മാലിക്കിയും ഉൾക്കൊള്ളുന്ന 4 മദ്ഹബിന്റെ ഇമാമുകൾ, ആ അയിമ്മത്ത് മുജ്തഹിദീങ്ങളായ ആളുകൾ ഇവിടെ പ്രിയപ്പെട്ടവരെ ഏത് കാലത്ത് ജീവിച്ചു? എല്ലാ ഇമാമിങ്ങളും 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് ലോക മുസ്ലിങ്ങൾ 4-1 മദ്ഹബിന്റെ ആളുകളായിട്ട് ഒതുങ്ങിക്കൂടിയത് ഉത്തമ നൂറ്റാണ്ടുകാരെന്ന് അള്ളാഹുവിന്റെ റസൂൽ അംഗീകാരം കൊടുത്ത 300 കൊല്ലക്കാലത്തിന്റെ മധ്യകാലത്താണ്. ഹിജ്റ 200 വരെ ആയപ്പോഴേക്കും മുസ്ലിങ്ങൾ 4-1 ഉറച്ചിട്ടുണ്ട്. അല്പം ന്യൂനപക്ഷം തെറ്റായ ചില ആശയക്കാർ മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ നിൽക്കുന്ന നമുക്ക് എന്ത് മനസ്സിലാക്കാം? മുജ്തഹിദീങ്ങളായ ഇമാമുകൾ ആ ഖൈറുൽ ഖുറൂനായ 2-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന വഴി അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ വഴി 4ന്റെ പുറത്തു പോയിട്ടില്ല, ഉറപ്പാണ്.
4ന്റെ പുറത്തേക്ക് പോകാത്ത നിൽക്കുന്ന വഴിയാണ് പ്രിയപ്പെട്ട സഹോദര അന്നു മുതൽ ഇന്ന് വരെ ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇതേവരെയും 4ആണ്, ഖിയാമത്ത് നാൾ വരെയും 4ആണ്. 5ാമത്തെ ഒരു വിഭാഗക്കാരൻ അകത്ത് കടന്നു വന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അംഗീകാരം കൊടുക്കുന്ന സമ്പ്രദായമില്ല. അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല. എന്നാൽ ഈ 4 തമ്മിൽ പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ടോ? പരസ്പര വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനെ നിഷേധിച്ചു കളയുന്ന വൈരുദ്ധ്യങ്ങളാണ്. അത്തരത്തിലുള്ള യാതൊരു വൈരുദ്ധ്യവുമില്ല. എല്ലാ മേഖലയിലും യോജിച്ചു പോകാവുന്ന രീതിയിൽ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, മുജ്തഹിദായ ഇമാമുകൾ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് അത് ഒരുപോലെ സ്വീകരിച്ചു പോന്നതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് എല്ലാ സ്ഥലത്തും ഐക്യം നിലനിന്നു വന്ന ഈ അടുത്ത കാലം വരെ നമ്മളെ നാട്ടിലും നാനാജാതിക്കാരെ മുമ്പിൽ വരെ ഐക്യത്തിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത് വിവിധ മദ്ഹബുകാരുണ്ടായിട്ട് ആ മതത്തിന്റെ പേരിൽ കുഴപ്പമുണ്ടാകാതെ, ജാതിയുടെ പേരിൽ കുഴപ്പമുണ്ടാകാതെ സമീപകാലം വരെ നമ്മുടെ രാജ്യത്ത് നിലനിന്നു വന്നിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി നിങ്ങൾ നോക്കിക്കോ, 2ാം നൂറ്റാണ്ട് കാലം അവസാനിക്കുമ്പോൾ 4 ഇമാമുകൾ ലോകത്ത് പഠിപ്പിച്ച മാർഗങ്ങളിലൂടെയാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ ഒതുങ്ങിക്കൂടിയതെങ്കിൽ അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്നേ വരെ എല്ലാവരും പോകുന്നത്. ഖിയാമം വരെ ഇനി അതങ്ങനെ തന്നെ. പിന്നെന്താ, ശാഖാപരമായ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ടാവും. അത് വീക്ഷണ വ്യതിയാനം എന്ന് പറയാനേ അതുള്ളൂ, കുറഞ്ഞ ചില വീക്ഷണ വ്യതിയാനങ്ങളൊക്കെ. എന്നാൽ അത് വിരിപ്പിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ ചില ചെറിയ കാര്യങ്ങളൊക്കെ പെരുപ്പിച്ചിട്ട് വലിയ ഭിന്നിപ്പുണ്ട് എന്നൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പറ്റി നജസല്ല എന്ന് പറഞ്ഞ മസ്അല എടുത്തിട്ടാണ് ഇമാം മാലിക് റളിയല്ലാഹുവിനെ അങ്ങേയറ്റം തരം താഴ്ത്തിയിട്ടുള്ളത്. എങ്ങനെ തരം താഴ്ത്തി അറിയുങ്ങൾ? ഞാനെങ്ങനെ ഓരോ മദ്ഹബിലും എനിക്ക് നിൽക്കാൻ നിവൃത്തില്ല, ഒക്കെ ഒന്നൊന്നിനെ നിഷേധിക്കാണ്, വൈരുദ്ധ്യമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തെറ്റായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഓരോന്നിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മദ്ഹബിൽ പട്ടി നജസല്ല, മറ്റു 3 മദ്ഹബിലും പട്ടി നജസാണ്. ഇതെടുത്തിട്ട് എന്തു പറഞ്ഞു? ഞാനെങ്ങാനും പട്ടി നജസല്ലെന്ന് പറഞ്ഞ ആ ആശയത്തിൽ നിൽക്കുന്ന പക്ഷം എനിക്ക് അദ്ദേഹം പട്ടിയെ തിന്നൽ ഹലാലാക്കി തന്നിരിക്കുന്നു. ഞാനെങ്ങാനും പട്ടിയെ തിന്നാ മറ്റു 3 ആളും എന്നെ കാഫിറാക്കൂലേന്നാ അദ്ദേഹം ചോദിച്ചത്. ഒരു വലിയ തോന്നിയാസാണ് ആ പറഞ്ഞത്. എന്തുകൊണ്ട് തോന്നിയാസം? ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് പട്ടി നജസല്ല. പക്ഷേ പട്ടി നജസല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പട്ടിയെ തിന്നൽ ഹലാലെന്നാണോ? പട്ടി ഒരിക്കലും തിന്നൽ ഹലാലെന്ന് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞിട്ടില്ല. പട്ടി നജസല്ല എന്ന് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു സാധനം നജസല്ല എന്ന് പറഞ്ഞാൽ ആ സാധനം തിന്നാന്നർത്ഥം. ഞാൻ ചോദിക്കട്ടെ, ഈ മൈക്ക നജസാണോ? ഇത് നജസാണോ അല്ലേ എന്ന് ദീനിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് പള്ളിയിൽ വെക്കാൻ പറ്റൂലേ? നജസാണെങ്കിൽ പള്ളി കൊടുന്നു വെച്ചാൽ പാടില്ല, കുറ്റം കിട്ടും. പള്ളിയെ നിന്ദിക്കൽ ഉദ്ദേശമുണ്ടായോ കാഫിറാകും. നജീസ് പള്ളി കൊടുന്നു വെച്ചാൽ കാഫിറാകും. പള്ളിയെ നിന്ദിക്കൽ എന്ന ഉദ്ദേശത്തോടെ പള്ളിയിൽ തുപ്പിയാൽ കാഫിറാകും അല്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ ഒരാൾക്ക് അബദ്ധം പറ്റിപ്പോയാൽ അത് അപ്പടി അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പള്ളിയിൽ തുപ്പലം നജസായിട്ടല്ല, അതൊരു ബ്ലാച്ച വസ്തുവാണ്. അതുകൊണ്ടാ തുപ്പലം നമുക്കെന്താ ഉമിനീര് കുടിക്കാവുന്ന, പക്ഷെ ഉമിനീര് പള്ളി തുപ്പാൻ പാടില്ല. അത് നിന്ദിക്കലാണ്. മാന്യ സഹോദര, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പട്ടി നജസല്ല എന്നും മറ്റു 3 ആളുകൾ പട്ടി നജസാണെന്നും പറഞ്ഞതിന്റെ വ്യത്യാസം ഞാൻ അവിടെയും കാണുന്നു. അതൊരു ചെറിയ വീക്ഷണ വ്യതിയാനം മാത്രം. എന്തുകൊണ്ട്? ആ 4 ഇമാമുകളും പറഞ്ഞത് പട്ടിയെ നനവോടുകൂടെ നമ്മൾ തൊടുകയോ നനഞ്ഞ ഭാഗം കൊണ്ട് പട്ടി നമ്മെ തൊടുകയോ ചെയ്താൽ 7 തവണ അവിടെ കഴുകൽ നിർബന്ധമാണെന്നും 1 തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണമെന്നും അമൽ ചെയ്യുന്ന ഭാഗത്ത് അവർക്കാർക്കും തർക്കമേ ഇല്ല. അവർ 4 ആളും അക്കാര്യത്തിൽ യോജിപ്പിലാണ്. പിന്നെന്താണ് ഈ തർക്കത്തിന്റെ അർത്ഥം? മലം ഒരു നജസാണ്, മൂത്രം മറ്റൊരു നജസാണ്, രക്തം നജസാണ്, ശവം നജസാണ്. അത്തരം നജസുകളൊക്കെ ദേഹത്തായാൽ ഒറ്റ കഴുകലാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. പട്ടിയെ തൊട്ട കാരണത്താൽ 7 വട്ടം കഴുകണമെന്നും 1 വട്ടം മണ്ണ് കൂട്ടണമെന്നും കർശനമായ താക്കീതുണ്ടാവാൻ കാരണമെന്ത്? ആ കർശനമാക്കിയതിന്റെ കാരണത്തെ കുറിച്ച് അവർ ഗവേഷണം നടത്തിയപ്പോൾ 3 ആൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാരണം പട്ടി മുഗല്ലളായ നജസാകുന്നു എന്നാണ്. അവിടെ മാലിക് തങ്ങൾ മൗനം പാലിച്ചു. നജസായത് കൊണ്ടല്ല അത് പറഞ്ഞത്. അള്ളാഹ് അങ്ങനെ പറഞ്ഞില്ലേ, നമ്മൾ അമൽ ചെയ്യുക, നജസാക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞു. ഇത് വീക്ഷണ വ്യതിയാനല്ലേ? അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണ് ഇങ്ങനെയുള്ള കടുങ്കൈ ചെയ്തതെന്നോ? 73 വിഭാഗമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ 72 പിഴച്ചതും ഇവിടെ ഉണ്ടാകണമെങ്കിൽ
അയിമ്മത്ത് മുജ്തഹിദുകൾ പറഞ്ഞു വെച്ചിരിക്കുന്ന നാലാലൊരു മാർഗത്തിൽ മാത്രം ഉറച്ചു നിന്നാൽ ഇതിവിടെ ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് 4 എന്നത് രൂക്ഷമായ ഭിന്നിപ്പുകളാണെന്ന് മനസ്സിലാക്കി വരുത്തി, അവിടെ തർക്കങ്ങളും കുഴപ്പങ്ങളുമാണെന്ന് വരുത്തി വെച്ചിട്ട് ജനങ്ങളെയെല്ലാം ഖുർആനിലേക്ക് പിടിച്ചു വലിച്ചു. ഈ ഖുർആനിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു വലിച്ചപ്പോ എന്തായി? മദ്ഹബുകളൊക്കെ വിട്ടിട്ട് ഖുർആനിലേക്ക് പോയപ്പോൾ എന്നാ നമുക്ക് മനസ്സിലാക്ക ഒന്നിപ്പിക്കാനാണ് പറഞ്ഞതെന്താ? ഇതെങ്ങനെ 4 ഉണ്ടായത്? 1 പാടുള്ളൂ. ഒരള്ളാന്റെ ഖുർആൻ, ആ ഖുർആൻ വ്യാഖ്യാനിച്ച ഒരു പ്രവാചകന്റെ ഹദീസ്, ഇത് ഒറ്റൊന്നാവണമെന്ന് പറഞ്ഞിട്ട് ആ 4 കൈവിട്ടുപോയ ആളുകൾ ഒന്നിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ എത്ര പേര് ഞാൻ അവിടെ എണ്ണണില്ല, നിങ്ങൾ ഇങ്ങനെ എണ്ണി നോക്കി. അത് 40 നിൽക്കൂല, 73 നിൽക്കും. എന്നാ മദ്ഹബ് വിട്ടുപോയവരൊക്കെ ഒന്നിരിക്കണ്ടേ? ഏതെങ്കിലും ഒന്നുമേ. ഈ 4 വിട്ടവരെല്ലാം ഒരുത്തുള്ളിൽ നിൽക്കണം. ഇവിടെ 4 ഉള്ളൂ. 2-ാം നൂറ്റാണ്ട് മുതൽ 4 ഖിയാമത്ത് നാൾ വരെ 4 അവർ ഉറച്ചു നിൽക്കും. അത് നേരത്തെ ഖുർആനെ കുലുക്കി കുടിച്ചവർ പറഞ്ഞു വെച്ചതാണ്. അവിടെയാണ് നമ്മൾ നിന്നത്. ഈ വന്നതെല്ലാം തന്നെ ഒന്നാകാതെ അതിപ്പോൾ നേരത്തെ ഞാൻ എണ്ണിയ 24 ആകുന്നുണ്ട്. അതിനി ഇൻഷാ അല്ലാഹ് അങ്ങ് എണ്ണം തികയുന്നത് വരെ പോവുകയാണ്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ കഴിയുക എന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വേജാറ് നമ്മുടെ ഈമാനിക രംഗം സൂക്ഷിക്കലാണ്. ഈമാനിക രംഗം, അതിന്റെ പേരിൽ മഹാന്മാരോടുള്ള ബന്ധത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം പോലും ഇസ്ലാമിന്റെ സ്റ്റേജിലല്ലേ പ്രിയപ്പെട്ടവരെ ചോദ്യം ചെയ്യപ്പെടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ തെറ്റായ ചിന്താഗതിയുടെ പേരിൽ സ്വന്തമായി ഖുർആൻ കൈകാര്യം ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആമിനെ വെറ്റ മുഹമ്മദ് എന്ന് വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ സ്റ്റേജിൽ, തൗഹീദിന്റെ സ്റ്റേജിലാണ് റസൂലുള്ളാഹി തങ്ങൾ വിവാദ പുരുഷനായത്. തൗഹീദിന്റെ സ്റ്റേജിൽ, അന്യൻ കെട്ടിയ സ്റ്റേജിലല്ല. ആമിനെ വെറ്റ മുഹമ്മദാണെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളിൽപ്പെട്ട ഒരു സാധാരണ മനുഷ്യനാണെന്ന് വരുത്തി വെച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോന്നുന്നു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഈ ആയത്തോതിയിട്ട് പറയാ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ഉള്ള വ്യത്യാസം എന്നറിയോ? പ്രസംഗിക്കുന്ന മനുഷ്യൻ പറയാ, ഇവിടെ നിങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്ന ഞാൻ എന്റെ നാട്ടിലുള്ള ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. ഈ കത്ത് എന്റെ ഭാര്യയ്ക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്തൊന്നില്ലാത്തൊരു സന്തോഷമുണ്ടാകും. എന്താ? ദിവസങ്ങളോളമായി വീട് വിട്ടുപോകുന്ന ഞാൻ എന്റെ വിവരങ്ങളടങ്ങുന്ന കത്ത് ഭാര്യയ്ക്ക് കിട്ടിയാൽ ഞാൻ അവിടെ എത്തിയതിന് തുല്യമാണ് ഒരു പരിധിവരെ. അപ്പൊ ഭാര്യയ്ക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകും. എന്നാൽ ആ കത്ത് എന്റെ നാട്ടിൽ അവളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്റെ നാട്ടിലുള്ള പോസ്റ്റ്മാൻ കൃഷ്ണൻകുട്ടി നായരാകുന്നു. ഭർത്താവിന്റെ കത്ത് കിട്ടിയാൽ ആനന്ദവും സന്തോഷവും ഉണ്ടാകുമെന്നതുകൊണ്ട് ആ കത്ത് അവളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കൃഷ്ണൻകുട്ടി നായരോട് വല്ല ബഹുമാനം ഉണ്ടാകുമോ? ഈ കൃഷ്ണൻകുട്ടി നായരെ പിന്നെ കാണുമ്പോൾ എന്റെ ഭാര്യ അവളെ ബെഡ്റൂമിൽ വിളിച്ചിട്ട് സ്വീകരിക്കുമോ? ഞാനില്ലാത്ത ദിവസങ്ങളിൽ മണിയറ പങ്കുവെക്കാൻ അവൾ ഒരുങ്ങുമോ? എങ്കിൽ അവൾ എന്നോട് നന്ദിയില്ലാത്ത, എന്നെ വഞ്ചിച്ച പെണ്ണല്ലേ. ഇങ്ങനെ ഒരു പോസ്റ്റ്മാനുള്ള ഒരു സ്ഥാനമാനം എന്ത് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി എഴുതി വെച്ച കത്താകുന്ന പരിശുദ്ധ ഖുർആനെന്നും അതിങ്ങോട്ട് വാങ്ങിക്കൊണ്ട് തന്ന പോസ്റ്റ്മാനെന്നും എന്നതിലപ്പുറമുള്ളൊരു സ്ഥാനം ഈ മനുഷ്യന് വേറെ ദീനിലൊന്നും ഇല്ല എന്ന് വരെ വ്യക്തമായി പറയാൻ ധൈര്യമുണ്ടായത് തെറ്റായ രീതിയിൽ ഖുർആൻ കൈകാര്യം ചെയ്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്കറിയാമോ, അത് വെറുതെ അദ്ദേഹത്തിന്റെ ആശയം പറഞ്ഞതല്ല. അത്തൗഹീദ് എന്ന പുസ്തകത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മുഹമ്മദുൻ ഫാരിസുൻ എന്ന് ഫാരിസി ഭാഷയിൽ എഴുതി വെച്ചേടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളും അൻസാറുകളും നിലകൊള്ളുന്ന അവരോട് നല്ല നിലയിൽ പിൻപറ്റിയവരുമായ ആളുകൾ അവരാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹും.
അള്ളാഹു അവരും അന്യോന്യം പൊരുത്തപ്പെട്ടവരെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിടത്ത് നിൽക്കണമോ? ആഖിർ സമാനിന്റെ നബി വന്നു കഴിഞ്ഞാൽ, ഇനി നബിമാര് വരാനില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ആ പുരാതന കാലം മുതൽക്ക് തന്നെ 13 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് വെച്ച് പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചു പോകാതെ നിൽക്കണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ടല്ലാതെ നമുക്കൊരിക്കലും ജീവിച്ചാൽ, നമ്മൾ ഒരിക്കലും പ്രവർത്തിച്ചാൽ നമ്മുടെ ആഖിറത്തെ കുറിച്ച് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, സാലിഹായ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ പട്ടികയിൽ സ്ഥാനമുണ്ടാകണമെങ്കിൽ ഈമാനിക വശങ്ങളാകുന്ന ആദർശരംഗം സ്ഥിരപ്പെട്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് അള്ളാഹ് പറഞ്ഞില്ലേ? അക്കാര്യം ഉറപ്പുവരുത്താൻ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്നെങ്കിലല്ലാതെ നമുക്കൊരിക്കലും സാധ്യമല്ല. മഹാന്മാരെ മഹാന്മാരായി മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ അമ്പിയാക്കളായി മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഔലിയാക്കളായി മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ശുഹദാക്കളെ ശുഹദാക്കളായി മനസ്സിലാക്കുക. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനങ്ങൾ കൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക എന്ന് പ്രാർത്ഥിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? പടച്ചവനെ, നിന്റെ മഹബ്ബത്ത് എനിക്ക് വേണം, നിന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹം കിട്ടിയിട്ടുള്ള മഹാന്മാരുടെ മഹബ്ബത്തും എനിക്ക് വേണം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കുന്ന സമയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ ഇഹ്ദിനാ, ഞങ്ങളെ നീ ചേർക്കണേ. ഒരാൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും ഞങ്ങളെ എന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്നോ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ സ്വാലിഹീങ്ങളെയും മഹാന്മാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഞങ്ങളെ എന്ന് പറയുന്നതെന്ന് എല്ലാ മുഫസ്സിരീങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ, തെറ്റായ ആശയങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പടച്ചുണ്ടാക്കിയത് കൊണ്ട് നാം ഖൽബ് ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. ഞാനൊരൊറ്റ ഹദീസ് മാത്രം നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭിന്നിപ്പുകളുടെ സൂചന ഒരുപാട് ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെയും രക്ഷയുടെ മാർഗവും നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി കാണാം. എത്ര ഹദീസിൽ ഭിന്നിപ്പ് പറഞ്ഞോ അവിടെയൊക്കെയും രക്ഷപ്പെടാനുള്ള മാർഗവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒറ്റ ഹദീസിലും രക്ഷയുടെ മാർഗം ഖുർആനും സുന്നത്തും പിടിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നെന്താ പറഞ്ഞ്? മുമ്പിലുള്ളവരെ നോക്കാൻ. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ഹദീസ് നോക്കിയാൽ നമുക്ക് കാണാം ഈ 73 വിഭാഗം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ തന്നെ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഞാൻ ഉള്ള കാലത്ത് ഞാനും എന്റെ കാലശേഷം എന്റെ പകരക്കാരായി നിന്നവരും നിന്നെടുത്ത് നോക്കുക അല്ലേ? ഏതാണ് സത്യത്തിന്റെ വിഭാഗം എന്ന് ചോദിച്ചു. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനുള്ള കാലത്ത് ഞാൻ ഉണ്ടാക്കിയതും എന്റെ കാലശേഷം എന്റെ അസ്ഹാബിമാർ ചെയ്തതും, ഇങ്ങനെ പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞത് അങ്ങനെ. എന്തുകൊണ്ട് ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞില്ല? ഖുർആനും സുന്നത്തിൽ നിന്നാണ് ഈ തർക്കങ്ങളെല്ലാം ഉടലെടുത്തത്. അതുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പാഠം, ആ പാഠം വളരെ വ്യക്തമാണ്. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിന്റെ അവസാന കാലം ജീവിക്കുന്നവർ, ഈ സമുദായത്തിന്റെ ആദ്യകാലക്കാരെ നോക്കി അവരെ പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറഞ്ഞതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞത്. ഈ സമുദായത്തിന്റെ അവസാന കാലത്ത് ഉദാഹരണം നമ്മളൊക്കെ ധാരാളം വയലിൽ കേട്ടതാ. എന്താ ഈ സമുദായത്തിന്റെ അവസ്ഥ വിരിച്ച നിബിധങ്ങൾ? ഒരു സവറ വിരിച്ച്, സുപ്ര വിരിച്ച്, ഭക്ഷണം വിളമ്പി വെച്ച്, അതിൽ വിഭവസമൃദ്ധമായ ചോറും നെയ്ച്ചോറും പത്തിരിയും പൊറാട്ടിയും കുബൂസും ആടും കോഴിയെല്ലാം ഉണ്ട്. എന്നിട്ടോ നല്ല വിശപ്പുള്ള 10 ആളുകൾ ആ ഭക്ഷണത്തളികൾക്ക് ചുറ്റും തടിച്ചുകൂടിയിട്ട് ഓരോരുത്തരും 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് അവയെ തന്റെ മുമ്പിലേക്ക് തനിക്ക് വേണ്ടതൊക്കെ മാന്തിക്കൂട്ടി എന്താക്കും? ചിന്ന ഭിന്നമാക്കും. ഇങ്ങനെ ചിന്ന ഭിന്നമാക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുന്നു. ഇത് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, അലി കില്ലത്തിനാഹാദായ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ എന്താ അങ്ങനെ ഉണ്ടാകാൻ കാരണം? അന്ന് ഞങ്ങളെ ഓരിയെക്കാൻ കാരണം 313 ആളുകൾ മാത്രമുള്ള കാലത്തല്ലേ ബദറിൽ ജയിച്ചത്. എന്നിട്ട് ഈ അവസാന കാലത്ത് എല്ലാ ശത്രുക്കളും കൂടി മുസ്ലിമീങ്ങളെ ചിന്ന ഭിന്നാക്കുകയോ എന്താണ് അതിന് കാരണം? ഞങ്ങൾ കുറഞ്ഞു പോയത് കൊണ്ടാണോ എന്ന് ചോദിച്ചു. റസൂൽ എന്താ മറുപടി പറഞ്ഞത്? ലാ ബൽ അൻതും കസീർ, അല്ല നിങ്ങൾ കുറവല്ല, നിങ്ങൾ കൂടുതലാണ്. പക്ഷേ വലാകിന്നകും ഉസാഉൻ കഉസാഇസ്സൈൽ, മലവെള്ളത്തിൽ ഒഴിച്ചു വന്ന മലവെള്ളത്തിലെ ചണ്ടികളെ പോലെ ചപ്പു ചവറുകളായി മാറി. എങ്ങനെയായി ചപ്പു ചവറായി മാറിയത്? ഈ ഹദീസ് കൊണ്ട് എന്ത് പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ? നിങ്ങൾ മനസ്സിലാക്കുന്നോ?
ഇസ്ലാമിനെ ചിന്ന ഭിന്നമാക്കുന്ന ഈ ശത്രു ആരാണെന്ന്? ആരായി ശത്രു? നമ്മുടെ നാട്ടിലെ സിഖുകാരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യഹൂദികളും എല്ലാവരും പാടെ കൂടിയിട്ട് മുസ്ലിമീങ്ങൾ എങ്ങനെ ഒരുക്കണോ? എന്നാ പിന്നെ അത് ഇന്ത്യയിൽ മാത്രം മനസ്സിലാക്കപ്പെടാൻ പറ്റിയൊരു സാഹചര്യമല്ലുള്ളത്. ലോകത്തൊട്ടാകെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാവുന്ന വിധം മുസ്ലിമീങ്ങളെ ഈ രൂപത്തിൽ ചിന്ന ഭിന്നമാക്കുക എന്ന് പറഞ്ഞത് എവിടെയാണ് മനസ്സിലാക്കപ്പെടുന്നത്? നമ്മൾ മനസ്സിലാക്കിയ ശത്രു അല്ലാത്തത് കൊണ്ട് തന്നെ. ആരാണ് ആ ശത്രു എന്ന് പറയുന്നത്? ശത്രു അകത്തുള്ള ശത്രുവാണ്, ഉള്ളിലെ ശത്രുവാണ്. പുറത്തെ ശത്രുവല്ല, അകത്തെ ശത്രുവാണ്. അകത്തെ ശത്രുവിനെ മനസ്സിലാക്കാൻ നേരം വൈകും, പുറത്തെ ശത്രുവിനെ വേഗത്തിൽ മനസ്സിലാകും. ഈ അകത്തെ ശത്രു എന്ത് ചെയ്തു എന്നറിയങ്ങള്? ഞാൻ ചോദിക്കട്ടെ, ചോറിന്റെ ഉദാഹരണമാണ് റസൂലുള്ള പറഞ്ഞത്. അവിടെ തന്നെ നമുക്ക് മതിയായ തെളിവുണ്ട്. നമ്മൾ നല്ല ചോറ് വിളമ്പി വെച്ചിട്ട് ഈ ചോറിന്റെ ചുറ്റും തടിച്ചു കൂടിയത് ചോറിന്റെ ശത്രുക്കളാ? യഥാർത്ഥത്തിൽ ചോറിനോട് കണ്ടുകൂടാത്തവരാ നമ്മളെല്ലാവരും. ഞാനും മുരളിയോരും അതുള്ളവരും കുട്ടിയാജിയൊക്കെ പാടെ വയർന്ന് കഴിഞ്ഞിട്ട് അത്തായം കഴിക്കുക 8-10 ആള്. എന്നിട്ട് നല്ല ചോറ് ഇങ്ങനെ കൂമ്പാരായി വിളമ്പി വെച്ചിട്ട് അയിലെങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ട്, പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ട്, അച്ചാർ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്, നല്ല പഴം മൈസൂർ പഴം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം! ഞങ്ങൾക്കാർക്കും ഞങ്ങളൊക്കെ ചോറിന്റെ ശത്രുക്കൾ, അയിലയുടെ ശത്രുക്കൾ, പപ്പടത്തിന്റെ ശത്രുക്കൾ. എന്നിട്ട് കുട്ടിയാജി എടാ ചോറെ വിടവ, ചോറ് കണ്ടുകൂടാ, എടാ മീനെ വിടവ എന്ന് പറഞ്ഞിട്ട് മീനിനെ പുറത്ത് വലിച്ച് പപ്പടത്തിനെ കുത്തിപ്പൊട്ടിച്ച് അതങ്ങട്ട് ചിന്ന ഭിന്നമാക്കി തകർക്കോ ഞങ്ങള്? ഇല്ല. പിന്നെ ഈ ചോറും ഈ അയിലയും ഈ പപ്പടവും ഈ അച്ചാറും ഈ മീനും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ. എന്നിട്ടോ എനിക്ക് വേണ്ട വലിയ അയില ഞാൻ ആളുത്തരുള്ളെങ്കിലും കൂട്ടത്തിൽ വലുത് നോക്കി ഞാൻ എടുത്തു. ബാക്കി കുട്ടിയാജിക്ക് കിട്ടിയത്. അങ്ങനെ നല്ല പപ്പടം മറ്റേ ആളെടുത്തു. ഓരോരുത്തരും അതിനെ സ്നേഹിച്ചിട്ട് തനിക്ക് വേണ്ടത് തന്റെ മുമ്പിലേക്ക് മാന്തിക്കൂട്ടി. സാധു ചോറും മീനും എന്തായി? അത് പറ്റേ അല്ലേ? എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോറിനെ ചോറല്ലാതാക്കിയത്, മീനിനെ മീനല്ലാതാക്കിയത്, പപ്പടത്തെ പപ്പടമല്ലാതാക്കിയത് ചോറിന്റെയും മീനിന്റെയും പപ്പടത്തിന്റെയും ബന്ധുക്കളാണ്. അതിന്റെ ബന്ധുക്കൾ അതിനെ സ്നേഹിച്ച് അതിനെ സേവിച്ച് ഓരോരുത്തരും അവന് വേണ്ടത് തന്റെ മുമ്പിലേക്ക് മാന്തിക്കൂട്ടിയപ്പോൾ പിറ്റേന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ പേരില്ലാത്ത മറ്റൊരു പേര് സബി പറയാൻ പറ്റാത്ത പേരാക്കി മാറ്റി. അല്ലേ? ആരാണത് ചെയ്തത്? അതിന്റെ ബന്ധുക്കളാണെങ്കിൽ ഇസ്ലാം നിവർത്തിവെച്ച സുപ്രയിലുള്ള വിഭവമാര്? അവിടുത്തെ ചോറ് ഖുർആനാണ്, അവിടുത്തെ ചാറ് ഹദീസാണ്, അവിടുത്തെ ഉപ്പേരി ഇജ്മാ ആണ്, അവിടുത്തെ അച്ചാറ് ഖിയാസാണ്. ആ ഇസ്ലാമിന്റെ സവറയിലുള്ള ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസുമാകുന്ന ആ റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും വളമ്പി വെച്ച ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസുമാവുന്ന ചോറും ചാറും പപ്പടവും ഉപ്പേരിയും അതിന്റെ ബന്ധുക്കൾ ഇത്രയും കാലം ചുറ്റും കൂടിയിരുന്നിട്ട് ഇനി നബി വരാത്തത് കൊണ്ട് ഖിയാമന്നാൾ വരെ ഇത് കൊണ്ടുപോകണം, ഒന്നും കാട്ടണ്ട, അങ്ങനെ നിൽക്കട്ടെ. ഇത് കണ്ടിട്ട് ലോകാവസാനം വരെ ഉള്ളൊരു പഠിച്ചോട്ടെന്ന് വിചാരിച്ച് ഒന്നും കാട്ടാതൊന്നും. വേറെ കുറെ കൗമ് വന്നിട്ട് ഒരു കൂട്ടർ ഓൽക്ക് വേണ്ട ഭാര്യ അതിൽ അങ്ങോട്ട് പോയി. ഓല് പറഞ്ഞു ഖുർആൻ ഞങ്ങളൊപ്പാണ്. വേറൊരു കൂട്ടർ ഇപ്പം വന്നിട്ട് അവർക്ക് വേണ്ട ഭാര്യ ഇങ്ങോട്ട് പോയി, ഖുർആൻ ഞങ്ങൾ എടുത്താന്ന് ഓലും പറഞ്ഞു. മറ്റൊരു കൂട്ടർ അതിലെ വന്ന് ഭാര്യ അങ്ങോട്ട് പോയി, ഓല് പറഞ്ഞു ഖുർആൻ ഞങ്ങളൊപ്പാണ്. ഇവിടുന്ന് വന്ന ഒരു ഭാര്യ ഇങ്ങോട്ടും പോയി. നമ്മൾ നടുവക്കാരെന്ന് പറയാം, അവിടെ തന്നെ വെക്കൊക്കെ ആ പണ്ട് വെച്ചു കൊടുത്ത് വെക്കി, നമ്മൾ വെറുതെ പേക്കണ്ട. ഇതല്ലേ ഇവിടെ ഉണ്ടായത്? ഈ വന്ന് വാരിക്കൊണ്ടുപോയവരൊക്കെ എന്ത് ചെയ്തോരാ? ഞാൻ നേരത്തെ പറഞ്ഞ കുടിച്ചിട്ട് കുലുങ്ങിയോലാ. നമ്മളെന്ത് പറഞ്ഞു? കുലുക്കി കുടിച്ചു കൊടുത്ത് വെക്ക്, അത് നശിപ്പിക്കല്ലേ. ഈ ആശയമാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സമയം ഒരുപാട് വൈകിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇന്ന് എന്തിനാ ബാദ്? നിങ്ങൾ എല്ലാ ദിവസവും ബാദിന് പേരിന് പൈസ കൊടുക്കാനാണല്ലോ, ബാദ് കേൾക്കാനും. ഈ പറഞ്ഞു വെച്ച അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം അതിവിടെ പിടിച്ചു നിർത്തണം. അതിനാവശ്യമായ എല്ലാ മിഷനറികളും നമുക്ക് വേണം, അതിനാവശ്യമായ സംഘടന വേണം, അതിനാവശ്യമായ പ്രസ്ഥാനങ്ങൾ വേണം, പ്രസിദ്ധീകരണങ്ങൾ വേണം. ായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ അർഹതയില്ലാത്തവരാണ്. എന്നാലും ഈ പരിശുദ്ധമായ റമളാൻ മാസം പാപമോചനത്തിന്റെ മാസമാണല്ലോ റഹ്മാനെ. ഈ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കിയ നല്ല തെളിഞ്ഞ ഹൃദയത്തിന്റെ ഉടമസ്ഥരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ആക്കണേ തമ്പുരാനെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ആക്കണേ റഹ്മാനെ. തങ്ങളെ തെറ്റായ രൂപത്തിൽ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വേദനിക്കുന്ന ഖൽബ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അതിനെതിരിൽ ഗർജിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും തങ്ങളെ കണ്ടവരെ കാണാനും അവരോട് അടുത്ത് ജീവിച്ചവരെ കാണാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല റഹ്മാനെ.
റഹ്മാനായ തമ്പുരാനെ, സാധുക്കളായ പാപികളായ ഞങ്ങൾ മരിച്ചു ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമുഖം കാണുന്ന സ്ഥാനത്ത് ഞങ്ങളെ നീ പാർപ്പിക്കണേ തമ്പുരാനെ. അർഹമുർ റാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾക്കൊരുപാട് കടങ്ങളുണ്ട്. ദീനിനു വേണ്ടി ചെയ്ത കടങ്ങളുണ്ട്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വരുത്തിയ കടങ്ങളുണ്ട്. ഹലാലായ ധനമാർഗം നൽകി കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളുടെ മക്കളുടെ ദീനിയായ വളർച്ചയിൽ നിന്റെ കാവലുണ്ടാകണേ റഹ്മാനെ. മക്കളുടെ കൂടെ നിന്ന് അവരെ ദീനിയായ വളർച്ച ശ്രദ്ധിക്കാൻ ഞങ്ങളിൽ കഴിയാത്തവരാണ് പലരും. റഹ്മാനായ തമ്പുരാനെ, അവരുടെ ദീനിയായ വളർച്ചയിലും അവരെ സുരക്ഷിതത്വത്തിലും നീ ഞങ്ങൾക്ക് പകരമാകണേ തമ്പുരാനെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, സാധുക്കളായ പാപികളായ ഞങ്ങളോട് ദുആ കൊണ്ട് പലരും വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. പല സംഭാവനകളും നൽകുന്ന സമയത്ത് പല ആവശ്യങ്ങൾക്ക് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഏർപ്പാടിലും ബിസിനസ്സിലും എല്ലാം ബർക്കത്തുണ്ടാവാൻ, മനഃശാന്തിക്ക് വേണ്ടി ദുആയിരക്കാൻ, രോഗം ശിഫയാകാൻ, നാട്ടിലുള്ള മാതാപിതാക്കളുടെ ദീർഘായുസിനു വേണ്ടി ദുആ ചെയ്യാൻ, മരിച്ചുപോയവർക്ക് പ്രതിഫലം കിട്ടാൻ